ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. പൊളിറ്റിക്കൽ സയൻസ് UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിൻ്റെ PYQ ഡിസ്കഷൻസ് ആണ് ഒരു സീരീസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1 ഇന്ത്യയുടെ ഫോറിൻ പോളിസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോളിസീസും പിന്നെ ഇന്ത്യയുടെ ന്യൂക്ലിയർ ടെസ്റ്റിൻ്റെ ഒക്കെ പേര് തന്നിട്ടുണ്ട്. ദെൻ ലിസ്റ്റ് 2 ഇന്ത്യയുടെ കുറച്ച് പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. സോ നമ്മൾ അവരുടെ പീരീഡ് അനുസരിച്ച് അവരെ മാച്ച് ചെയ്യാണ് വേണ്ടത്. സോ ആദ്യത്തേത് ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി. ദെൻ പൊക്രാൻ സെക്കൻഡ്, അതൊരു ന്യൂക്ലിയർ ടെസ്റ്റ് ആണ്. ഇന്ത്യയുടെ ന്യൂക്ലിയർ കാപ്പബിലിറ്റി ഡിറ്റർമൈൻ ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് ആണ് പൊക്രാൻ സെക്കൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ലുക്കീസ് പോളിസി, പഞ്ചാബ്. ഓക്കെ, ദെൻ ലിസ്റ്റ് 2 നരേന്ദ്രമോദി, നരസിംഹ റാവു, അടൽ ബിഹാരി വാജ്പേയി, ഇന്ദിരാഗാന്ധി. സോ നമ്മൾ നോക്കുമ്പോൾ ഇൻഡോ സോവിയറ്റ് ട്രീറ്റി സൈൻ ചെയ്യുന്നത് അണ്ടർ ഇന്ദിരാഗാന്ധി പീരീഡിലാണ്. ബംഗ്ലാദേശ് ലിബറേഷൻ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സൈൻ ചെയ്യുന്നത്. ദെൻ പൊക്രാൻ സെക്കൻഡ് നടക്കുന്നത് വാജ്പേയി ഗവൺമെന്റിന്റെ സമയത്താണ്. ലുക്കിസ്റ്റ് പോളിസി നരസിംഹ റാവുയുടെ കീഴിലായിരുന്നു. പഞ്ചാമൃത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും, ഒരു ഹിന്ദി നെയിമാണ്. സോ ഇത്തരത്തിൽ വേണം നമ്മളിത് ഗസ് ചെയ്തിട്ട് നമ്മളിത് ഇത്തരത്തിൽ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പ വഴികളുണ്ട് ഇങ്ങനെ ഒരു ഗസ്സിങ്ങിലൂടെ. ദെൻ നമുക്ക് നോക്കാം ഇതിന്റെ ഓപ്ഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന്. A4 B3 ഒക്കെയാണ് വരിക. അപ്പോൾ A4 B3 C2 D1 ലാസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്ന. സോ നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്യുന്ന 1971 പീരീഡിലാണ്. ഇന്ദിരാഗാന്ധിയാണ് സൈൻ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 71 ഒരു ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് ബംഗ്ലാദേശ് ലിബറേറ്റഡ് ആവുന്നത്. ബംഗ്ലാദേശ് തുടക്കത്തിൽ ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു. സോ ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ വാർ ഉണ്ടാവുന്നു. അതിൽ ഇന്ത്യ ഇന്റർവീൻ ചെയ്യുന്നു. അങ്ങനെ ഈസ്റ്റ് പാകിസ്ഥാൻ പിന്നീട് ബംഗ്ലാദേശ് ആവുന്നു. അതാണ് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ അല്ലെങ്കിൽ ഇൻഡോ പാക് വാർ ഓഫ് 1971 എന്നറിയപ്പെടുന്നത്. സോ അതിന്റെ ഭാഗമായിട്ടാണ് ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി സൈൻ ചെയ്യുന്നത്. ഇന്ത്യക്ക് മിലിറ്ററി ഡിപ്ലോമാറ്റിക് സപ്പോർട്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ആയിരുന്നു. സോ ഇത് സൈൻ ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി പീരീഡിലാണ്. സോ 71 വാറിൽ ഇന്ത്യ ലീഡ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഓക്കെ, ദെൻ പൊക്രാൻ സെക്കൻഡ് അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതാണ്. അതൊരു സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ് ആയിരുന്നു. ഇന്ത്യയുടെ ന്യൂക്ലിയർ കാപ്പബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ടെസ്റ്റോട് കൂടിയാണ്. അതിനു മുമ്പ് പൊക്രാൻ 1 നടന്നിട്ടുണ്ട്. ഓക്കെ, സോ പൊക്രാൻ 1 എന്ന് പറയുന്നത് സ്മൈലിംഗ് ബുദ്ധ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1974 അത് നടക്കുന്നത്. പൊക്രാൻ സെക്കൻഡ് നടക്കുന്ന 1998 പീരീഡിൽ ഓപ്പറേഷൻ ശക്തി എന്ന പേരിലാണ് നടക്കുന്നത്. രാജസ്ഥാനിലെ പൊക്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്നതുകൊണ്ടാണ് ഇതിനെ പൊക്രാൻ സെക്കൻഡ് പൊക്രാൻ 1 എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ പേരുകൾ മറക്കരുത്. പൊക്രാൻ 1 1974 സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പൊക്രാൻ സെക്കൻഡ് ഓപ്പറേഷൻ ശക്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ ലുക്കീസ്റ്റ് പോളിസി ഇന്ത്യയുടെ ഒരു ഫോറിൻ പോളിസി നയമായിരുന്നു. ലുക്കീസ്റ്റ് പോളിസി അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉണ്ടല്ലോ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് അതുപോലെയുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസുമായിട്ട് ഇന്ത്യയുടെ ഇക്കണോമിക് സ്ട്രാറ്റജിക് റിലേഷൻസ് ഇംപ്രൂവ് ആവാൻ വേണ്ടി നരസിംഹറാവു ഗവൺമെന്റിന്റെ കീഴിൽ ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണ് ലുക്കീസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് നരസിംഹറാവു ഗവൺമെന്റിന്റെ കീഴിലാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസുമായിട്ട് ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പോളിസിയാണ്. ഓക്കെ, ദെൻ പഞ്ചാമൃത് 2021 ഇതൊരു സ്ട്രാറ്റജിക് പോളിസി അല്ല, ഇതൊരു ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ആണ്. മോദി ഗവൺമെന്റിന്റെ ഒരു 5 point ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ആണ്. ഇത് യുണൈറ്റഡ് നേഷൻസിന്റെ UNFCCയുടെ കോൺഫറൻസിൽ വെച്ച് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു ക്ലീൻ എനർജി, കാർബൺ എമിഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഒരു ക്ലീൻ എനർജി പോളിസി എങ്ങനെ കൊണ്ടുവരാം 2030 ആവുമ്പോഴേക്കും ക്ലീൻ എനർജി ഇനീഷ്യേറ്റീവിലേക്ക് ഇന്ത്യക്ക് എന്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, ഇന്ത്യയുടെ ഒരു ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ഫ്യൂച്ചറിലേക്കുള്ള എന്താണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള രീതിയിലുള്ള 5 points ക്ലൈമറ്റ് ആക്ഷൻ പ്ലാനെയാണ് പഞ്ചാമൃത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോദി സർക്കാരിന്റെ കീഴിലാണ് പഞ്ചാമൃത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതൊരു ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻ ആണെന്നുള്ള കാര്യം ആലോചിക്കുക. UNFCCയുടെ കോൺഫറൻസിൽ വെച്ചിട്ടാണ് അത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ആലോചിക്കുക. മോദി സർക്കാരിന്റെ കീഴിലാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ആലോചിക്കുക. ഓക്കെ, സോ ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം.
സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് among ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഇന്ത്യസ് ന്യൂക്ലിയർ പോളിസി? സോ ന്യൂക്ലിയർ പോളിസിയെ കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കും. അതായത് കറക്റ്റ് ആയിട്ടുള്ളതാണോ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളതാണോ ചൂസ് ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് വായിക്കണം. സോ ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ എ ഓപ്ഷൻ ക്രെഡിബിൾ മിനിമം ന്യൂക്ലിയർ ഡിറ്ററൻസ്, ഇത് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയിലുള്ളതാണോ? Then no first use. Then C, in Pokhran post Pokhran second phase, അതായത് Pokhran second നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അതായത് ഇന്ത്യയുടെ സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ് ആണ്. സോ അതിനുശേഷമുള്ള പീരീഡിൽ ഇന്ത്യ ഹാസ് അഗ്രീഡ് ടു സൈൻ MPT and CTBT. Then D, Homi J. Bhabha is the architect of India's nuclear program. സോ ഇതിൽ നമ്മൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ നോക്കുമ്പോൾ ക്രെഡിബിൾ മിനിമം ന്യൂക്ലിയർ ഡിറ്ററൻസ് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയാണ്. നോ ഫസ്റ്റ് യൂസ് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയാണ്. ഹോമി ജെ ബാവ ഇസ് ദി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യസ് ന്യൂക്ലിയർ പ്രോബ്ലം, അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സെക്കൻഡ്, അതായത് MPT CTBT പോലെയുള്ള ന്യൂക്ലിയർ പ്രോലിഫറേഷൻ എഗ്രിമെന്റ്സ് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. കാരണം ഇന്ത്യ അങ്ങനെ എഗ്രിമെന്റുകളിൽ സൈൻ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇതൊരു ഡിസ്ക്രിമിനേറ്ററി എഗ്രിമെന്റ് ആണെന്നുള്ള പേരിൽ തന്നെ MPT CTBT എഗ്രിമെന്റ്സിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. സോ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ്. സോ അത് റോങ് ആണ്. ഓക്കെ, നമ്മളപ്പോൾ ആൻസർ നോക്കുമ്പോൾ ഓപ്ഷൻ സി അത് റോങ് ആയിട്ടുള്ളതാണ്, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമ്മുടെ ആൻസറും അതാണ്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, MPT ന്യൂക്ലിയർ പ്രോലിഫറേഷൻ ട്രീറ്റി, CTBT കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി. സോ ഇത് രണ്ടും ഒരു ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഡെവലപ്മെന്റിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ട്രീറ്റീസ് ആയിരുന്നു. പക്ഷെ ഇതിൽ ഇന്ത്യ സൈൻ ചെയ്യുന്നില്ല. ബിക്കോസ് ഈ ഇന്ത്യ പറയുന്നത് ഇതൊരു ഡിസ്ക്രിമിനേറ്ററി ഇൻ നേച്ചർ ആണെന്നുള്ളതാണ്. അതായത് ആ സമയത്ത് 5 നേഷൻസ്, ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസിന്റെ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള 5 നേഷൻസിനായിരുന്നു ന്യൂക്ലിയർ പവേഴ്സ് ഉണ്ടായിരുന്നത്. അവരായിരുന്നു വെപ്പൺസ് അഡ്വാൻസ് ചെയ്യുന്നത്. US, റഷ്യ, ചൈന, ഫ്രാൻസ് ആൻഡ് UK. സോ അവർക്ക് ഓൾറെഡി ന്യൂക്ലിയർ പവർ കാപ്പബിലിറ്റി ഉണ്ട്. സോ അതർ നേഷൻസ്, ഇന്ത്യ പോലെയുള്ള അതർ നേഷൻസ് അത് ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിയിലായിരുന്നു MPT CTBT പോലെയുള്ള എഗ്രിമെന്റ്സ് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്ത്യ അതിനെ എതിർത്തു. കാരണം 5 രാജ്യങ്ങൾക്ക് മാത്രം അപ്പർ ഹാൻഡ് കൊടുക്കുന്ന രീതിയിലുള്ള ഈ ട്രീറ്റീസ് സൈൻ ചെയ്യില്ല എന്ന് ഇന്ത്യ പറഞ്ഞു. അതാണ് ഇന്ത്യ അതിനെ ഡിസ്ക്രിമിനേറ്ററി ഇൻ നേച്ചർ എന്ന് പറയുന്നത്. സോ തന്റെ ഡിഫൻസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്യാനുള്ള പവർ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. സോ ഇന്ത്യ അതിനുശേഷം ന്യൂക്ലിയർ വെപ്പൺസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ത്യ ഒരു ന്യൂക്ലിയർ വെപ്പൺ കാപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ്. സോ അതുകൊണ്ട് തന്നെ MPT CTBT 2 എഗ്രിമെന്റ്സിലും ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ എഗ്രിമെന്റ്സിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ ഇത് ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട് സൈൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒക്കെ ചോദിക്കാറുണ്ട്. സോ അത് മനസ്സിൽ വെക്കുക, ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. ദെൻ ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ്, ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ തോന്നും. വളരെ സിമ്പിൾ ആണ്, ഇത്രയും മീൻ ചെയ്യുന്നുള്ളൂ. അതായത് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസും നോ ഫസ്റ്റ് പോളിസിയും ഒക്കെ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയുടെ ഭാഗമാണ്. അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺസ് ഫസ്റ്റ് യൂസ് ആയിട്ട് ഉപയോഗിക്കില്ല. അതായത് ഒരിക്കലും ആദ്യത്തെ സ്ട്രൈക്കിൽ ഇന്ത്യ ഒരു രാജ്യത്തിനെതിരെ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല. നേരെ മറിച്ച് ഇന്ത്യക്കെതിരെ ഏതെങ്കിലും ഒരു രാജ്യം അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ആ രാജ്യത്തെ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നാണ് ഇന്ത്യയുടെ ഈ പോളിസി കൊണ്ട് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി കൊണ്ട് ഇന്ത്യ അർത്ഥമാക്കുന്നത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയിലെ വളരെ ബേസിക് ആയിട്ടുള്ള 2 പ്രിൻസിപ്പിൾസ് ആണ് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസും നോ ഫസ്റ്റ് പോളിസിയും. അതായത് ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യം ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള കാപ്പബിലിറ്റിയും ഇന്ത്യക്കുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ ഒരിക്കലും ഫസ്റ്റ് യൂസ് ആയിട്ട്, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഒരിക്കലും ആദ്യം ഒരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കില്ല, ഡിഫൻസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇന്ത്യ ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് കൂടുതൽ എന്താ പറയാ, ന്യൂക്ലിയർ വെപ്പൺസ് വളരെ ഒഫെൻസീവ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്ന് ഡിഫെൻസീവ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയാണ് വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓർത്ത് വെക്കേണ്ടത് CTBT NPT പോലെയുള്ള ന്യൂക്ലിയർ അഗ്രിമെന്റ്സിൽ ഇന്ത്യ സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിന്റെ പേരിൽ നേരിടേണ്ടി വരുന്നുണ്ട്. ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് NSG പോലെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, ന്യൂക്ലിയർ എനർജി ഒക്കെ കിട്ടുന്ന രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ. സോ അതിലൊന്നും ഇന്ത്യക്ക് മെമ്പർഷിപ്പും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. പിന്നെ UN പെർമനന്റ് മെമ്പർഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മറ്റു രാജ്യങ്ങളൊക്കെ ഇത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് MPT CTBT അഗ്രിമെന്റ്സിൽ സൈൻ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ ഇതൊക്കെ ഇന്ത്യയുടെ ഇന്റർനാഷണൽ നോമുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താ പറയാ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ദെൻ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസിക് സ്ട്രക്ചർ ഈസ് ഔട്ട്കം ഓഫ്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏറ്റവും ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് എന്താണ് ഈ ബേസിക് സ്ട്രക്ചർ, എന്താണ് ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബേസിക് സ്ട്രക്ചർ ഈസ് ദി ഔട്ട്കം ഓഫ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എവിടെ വെച്ചാൽ നമുക്ക് ബേസിക് സ്ട്രക്ചർ ഇന്നതാണ് എങ്ങനെയാണെന്ന് മനസ്സിലാവുക. ഫസ്റ്റ് വൺ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. Second, constitutional amendment. 3, executive order, judicial interpretation. So ഈ 4 കാര്യങ്ങളിൽ ഏത് കാര്യമാണ് ബേസിക് സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് വഴിയാണോ ബേസിക് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്? അതുമല്ല. എക്സിക്യൂട്ടീവ് ഓർഡർ ആണോ, അതായത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെയോ ഓർഡറിന്റെ ഭാഗമായിട്ടാണോ? അല്ല. ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ആണോ? അതാണ് റൈറ്റ് ആൻസർ. ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. ജുഡീഷ്യറി ആണ് ബേസിക് സ്ട്രക്ചർ ഇന്നതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ബേസിക് സ്ട്രക്ചറിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ആണ്. ബേസിക് സ്ട്രക്ചർ ഈസ് ദി ഔട്ട്കം ഓഫ് എ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നതും അത് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നതും അതിൽ എന്തൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും ജുഡീഷ്യറിയാണ്. സോ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. Judicial interpretation ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. So, okay. The basic structure of Indian Constitution is the outcome of judicial interpretation. This doctrine which holds that certain fundamental features of the Constitution cannot be amended. It was established through a series of judicial decisions, most notably in Keshavananda Bharati versus State of Kerala case in 1973, and is assert that while the Parliament can amend the Constitution, it cannot alter its basic structure. വളരെ സിമ്പിൾ ആണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഈ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് എന്ന് ജുഡീഷ്യറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറച്ച് കേസിന്റെ ഭാഗമായിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിട്ട് വരുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇൻ 1973. ഈ ഒരു കേസിന്റെ ഭാഗമായിട്ടാണ്. അത് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു തുടക്കത്തിൽ. സോ അത് പിന്നീട് അമെൻഡ് ചെയ്തിട്ടാണ് അതൊരു ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റുന്നത്. സോ ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള കേസുകളാണ് ഈ കേശവാനന്ദ ഭാരതി കേസൊക്കെ. സോ ഇതിന്റെ ഭാഗമായിട്ടും ഈ ഒരു റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് മാറ്റിയിട്ട് ലീഗൽ റൈറ്റ് ഒക്കെ ആക്കിയല്ലോ. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്താണ്, അതായത് ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി അമെൻഡ് ചെയ്യാൻ പറ്റുമോ, ഏതൊക്കെ ഭാഗങ്ങൾ അമെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ അമെൻമെന്റ് പ്രൊസീജിയേഴ്സ് വേറെ തന്നെയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ സോൾ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. സോ എന്തൊക്കെ അമെൻഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അമെൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വന്നപ്പോഴാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉയർന്നു വരുന്നത്. ഈ ബേസിക് സ്ട്രക്ചറിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രയാമ്പിളിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. അതിൽ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോ പ്രയാമ്പിൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ഈ വക കാര്യങ്ങളെല്ലാം ബേസിക് സ്ട്രക്ചറിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. ഇതൊരിക്കലും അമെൻഡ് ചെയ്ത് ആർക്കും മാറ്റാൻ പറ്റില്ല. കാരണം റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയെ റിപ്പബ്ലിക് അല്ലാതാക്കുക, ഡെമോക്രാറ്റ് ആയിട്ടുള്ള ഇന്ത്യയെ ഡെമോക്രസി അല്ലാതാക്കുക, സോവറിൻ ആയിട്ടുള്ള ഇന്ത്യ അങ്ങനെ അല്ലാതാക്കുക, സെക്യുലർ ആയിട്ടുള്ള ഇന്ത്യ അങ്ങനെ അല്ലാതാക്കുക. സോ ഇതുപോലെ ഇന്ത്യയുടെ ബേസിക് സോളിനെ മാറ്റുന്ന രീതിയിൽ ഒരു അമെൻമെന്റും കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവരാൻ വേണ്ടി പാടില്ല. ഇതാണ് ഈ ബേസിക് സ്ട്രക്ചർ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ ബേസിക് സ്ട്രക്ചറിൽ ഇൻവോൾവ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് കൃത്യമായിട്ടും എവിടെയും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടോ എഴുതപ്പെട്ടിട്ടോ ഇല്ല. ഇത് ജുഡീഷ്യറിയുടെ ഇന്റർപ്രിട്ടേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിൽ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ആൻസർ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറച്ച് ബേസിക് ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ആണ്. അതായത് അത് ചേഞ്ച് ചെയ്യപ്പെടുവാണെങ്കിൽ ഇന്ത്യയുടെ സോളിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ അത് മാറും. അതുകൊണ്ടാണ്. സോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. സോ ഇത് ആരാണ്, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ജുഡീഷ്യറി എങ്ങനെയാണ് ഇതിനെ സൂപ്പർവൈസ് ചെയ്യുന്നത്, ആരെങ്കിലും അമെൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ബേസിക് സ്ട്രക്ചറിനെ മാറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് ജുഡീഷ്യറി സൂപ്പർവൈസ് ചെയ്യുന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതിനാണ് ഈ ജുഡീഷ്യൽ റിവ്യൂ പോലുള്ള പ്രാക്ടീസസ് ഉള്ളത്. ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന പ്രാക്ടീസ് എന്താണ്, അതായത് പാർലമെന്റ് ആണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ലോ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ അമെൻമെന്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ അല്ലെ. സോ പാർലമെന്റ് എന്തെങ്കിലും രീതിയിലുള്ള ആക്ട് കൊണ്ടുവരുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അമെൻമെന്റ് കൊണ്ടുവരികയാണ്, ഓക്കെ, ഇങ്ങനെ കൊണ്ടുവരുവാണെങ്കിൽ അതിനെ ജുഡീഷ്യറിക്ക് സൂപ്പർവൈസ് ചെയ്ത് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് പഠിച്ച് അത് ബേസിക് സ്ട്രക്ചറിന് ഓപ്പോസിറ്റ് ആണോ അല്ലയോ എന്നുള്ള രീതിയിൽ ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും. ജുഡീഷ്യറി ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ ജുഡീഷ്യറി കണ്ടുപിടിക്കുകയാണ്, അതായത് പാർലമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് അല്ലെങ്കിൽ അമെൻമെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിനെ
ലംഘിക്കുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഡിനൈ ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലാണ്, അങ്ങനെ ജുഡീഷ്യറിക്ക് തോന്നുവാണെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെയോ അല്ലെങ്കിൽ ആക്ടുകളെയോ അൺലോഫുൾ ആക്കുക, അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യാനുള്ള അധികാരം ജുഡീഷ്യറിക്കുണ്ട്. ഈ ഒരു പവറിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ റൈറ്റ് എന്ന് പറയുന്നത്, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അതായത് പാർലമെന്റ് കൊണ്ടുവരുന്ന ആക്ടുകളെയും അമെൻഡുകളെയും റിവ്യൂ ചെയ്ത് അത് ബേസിക് സ്ട്രക്ചറിന് ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് വാല്യൂസിന് ഓപ്പോസിറ്റ് നിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ലംഘിക്കുന്ന രീതിയിലാണ് എന്ന് ജുഡീഷ്യറിക്ക് തോന്നുവാണെങ്കിൽ ജുഡീഷ്യറിക്ക് അതിനെ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ അൺലോഫുൾ ആക്കാൻ ഉള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ജുഡീഷ്യൽ റിവ്യൂ റൈറ്റ്. സോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സങ്കല്പത്തെ ജുഡീഷ്യറി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഇത് കംപ്ലീറ്റ്ലി ജുഡീഷ്യറിയുടെ കയ്യിലാണ്, ജുഡീഷ്യറിയുടെ ഇന്റർപ്രിട്ടേഷൻ ആണ്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ആൻസർ ചൂസ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ബേസിക് സ്ട്രക്ചറിനെ കുറിച്ച് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ അമെൻഡ്മെന്റ് പ്രകാരം ഒന്നും വന്നിട്ടുള്ള ഒരു കാര്യമല്ല, ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ കൊണ്ട് വന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇസ് സ്റ്റിൽ ദ സൂപ്പർ പവർ ഓഫ് ദ വേൾഡ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഈ 5 ഓപ്ഷൻസിൽ നിന്നും ചൂസ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വായിച്ചു നോക്കാം. ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് ഓഫ് ദ വേൾഡ് പ്രിഫർ ടു മൈഗ്രേറ്റ് ടു അമേരിക്ക. അതായത് നമ്മൾ പറയത്തില്ലേ ബെസ്റ്റ് ബ്രെയിൻസ് ഇൻ ദ വേൾഡ്, അതായത് അമേരിക്കൻ വിസ കിട്ടുക എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു വിസ ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. സോ അത്തരത്തിൽ ജോബ് വിസയൊക്കെ ആണെങ്കിൽ ഒരുപാട് ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ കടന്നു പോകേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ബ്രെയിനിനെ മാത്രമാണ് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു പൊതുവെ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുപോലെ തന്നെ അമേരിക്കൻ ഡ്രീം ഈസ് സ്റ്റിൽ ഇൻടാക്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളിപ്പോൾ ഒരു ബെസ്റ്റ് പ്രൊഫഷനിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാരുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയിൽ പോവുക, അല്ലെങ്കിൽ അമേരിക്കയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അമേരിക്കയിൽ പഠിക്കുക, ഇതുപോലുള്ള കാര്യങ്ങളായിരിക്കും. സോ മൈഗ്രേഷന് പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ, വേൾഡിലെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അമേരിക്കയാണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ആദ്യത്തെ രണ്ടെണ്ണം. സി സ്റ്റേറ്റ്മെന്റ് നോക്കാം. USA ഈസ് ദ മോസ്റ്റ് ഇൻഡപ്റ്റഡ് കൺട്രി ഓഫ് ദ വേൾഡ്. ഇത് കുറച്ച് ട്രിക്കിയാണ് ഈ ഓപ്ഷൻ. അതായത് USA-ക്കാണ് ഏറ്റവും കൂടുതൽ എക്സ്റ്റേണൽ ഡെപ്റ്റ് ഉള്ളത്, അതായത് വേൾഡിലെ മറ്റ് കൺട്രികളോടുള്ള എക്സ്റ്റേണൽ ഡെപ്റ്റ് ഏറ്റവും കൂടുതൽ US-നാണ് എന്നുള്ളതാണ് സി സ്റ്റേറ്റ്മെന്റ്. ഡി സ്റ്റേറ്റ്മെന്റ് ഗ്ലോബൽ സർപ്ലസ് ക്യാപിറ്റൽ ഗെറ്റ്സ് അക്യുമുലേറ്റഡ് ഇൻ ദ USA. അതായത് ക്യാപിറ്റൽ അക്യുമുലേഷൻ വേൾഡിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന US-ലാണ്. അതായത് പുതിയ കമ്പനികൾ, പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ കാര്യങ്ങൾ, ആൾക്കാർ അവിടെ പോയി അവിടെ മൈഗ്രേറ്റ് ചെയ്ത് അവിടെ ബിസിനസ് തുടങ്ങുക, അതുപോലുള്ള കാര്യങ്ങൾ, ക്യാപിറ്റൽ അക്യുമുലേഷൻ നടക്കുന്നത്. ദെൻ USA സ്റ്റിൽ ഈസ് ദ ഗ്ലോബൽ ലീഡർ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഇന്നോവേറ്റീവ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ ടെക്നോളജി ഇന്നോവേഷൻസ് ഒക്കെ നടക്കുന്ന US-ലാണ്. ഇതുപോലുള്ള 5 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. സോ ഈ 5 സ്റ്റേറ്റ്മെന്റുകളിൽ അമേരിക്ക ഒരു സോൾ സൂപ്പർ പവർ ഇൻ ദ വേൾഡ് ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ചൂസ് ചെയ്യാണ് വേണ്ടത്. ഇതാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളതിൽ ഒന്ന് മാത്രമാണ് അങ്ങനെ അല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ആദ്യത്തെ 2 കാര്യങ്ങൾ മൈഗ്രേഷനുമായിട്ട് ബന്ധപ്പെടുന്നതാണ്. സോ അത് രണ്ടും ട്രൂത്ത് ആണ്. അതായത് ഒരു വേൾഡ് പോപ്പുലേഷൻ മുഴുവൻ ഒരു രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യണം, അല്ലെ അവിടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഒരു അങ്ങോട്ടേക്കുള്ള ഒരു മൈഗ്രേഷൻ ഒരു ഡ്രീം ആയിട്ട് കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ നമ്മൾ ബെസ്റ്റ് ആയ മാത്രം അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ ഒരുപാട് വർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ രാജ്യം മൈഗ്രന്റ് ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ എല്ലാ മൈഗ്രൻസിന്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു സൂപ്പർ പവർ നേഷൻ ആണ്, അല്ലെങ്കിൽ എല്ലാവരും അമേരിക്ക പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അത് ആ 2 സ്റ്റേറ്റ്മെന്റുകളും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു ടാഗ് അമേരിക്കയുടെ സൂപ്പർ പവർ പൊസിഷനെ എന്താ പറയും പിന്നെയും ജസ്റ്റിഫൈ ചെയ്യുന്ന ഒന്നാണ്, അല്ലെ. പിന്നെയും അമേരിക്കക്ക് അത്തരത്തിലൊരു സൂപ്പർ പവർ പൊസിഷൻ കൊടുക്കുന്ന 2 സ്റ്റേറ്റ്മെന്റുകളാണ്, അല്ലെങ്കിൽ കാരണങ്ങളാണ്. പക്ഷെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കുക. USA ഈസ് ദ മോസ്റ്റ് ഇൻഡപ്റ്റഡ് കൺട്രി ഓഫ് ദ വേൾഡ്. അതായത് എക്സ്റ്റേണൽ ഡെപ്റ്റ് ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് USA. അതൊരു ട്രൂത്ത് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് അതൊരു ട്രൂത്ത് ആണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എങ്കിലും പക്ഷെ ഡെപ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു രാജ്യം സൂപ്പർ പവർ ആണ് എന്നുള്ളതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, അല്ലെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് സ്റ്റേറ്റ്മെന്റും കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, നേരെ മറിച്ച് അമേരിക്ക ഒരു സൂപ്പർ പവർ ആണ് എന്നതിനെ റീഅഷ്യൂർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകൾ 5 സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇൻഡപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഡെപ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഒരു രാജ്യം സൂപ്പർ പവർ ആണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റീഅഷ്യൂർ ചെയ്യുന്നില്ല. സോ സി ഓപ്ഷൻ ആണ് ഇതിൽ റോങ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഇതിൽ പറയുമ്പോൾ എയും ബിയും ഡിയും ഇയും ടെക്നോളജിക്കലി ഇൻവെൻഷൻ ഉണ്ട്, ഗ്ലോബൽ സർപ്ലസ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ അമേരിക്ക സൂപ്പർ പവർ ആണെന്നുള്ളതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റീഅഷ്യൂർ ചെയ്യുന്നുണ്ട്. സി സ്റ്റേറ്റ്മെന്റ് ഇൻഡപ്റ്റഡ് കൺട്രി ആണെന്നുള്ളത് ഒരിക്കലും സൂപ്പർ പവർ പൊസിഷനെ
അമേരിക്ക സൂപ്പർ പവർ ആണ് എന്നുള്ളതിനെ റീഅഷ്യൂർ ചെയ്യുന്നില്ല, ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. സോ ABDE ആയിരിക്കും. സോ അതായിരിക്കും നമ്മുടെ ABDE തേർഡ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ABDE ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് റൈറ്റ് ആയിട്ട് വരുന്നത്. സി ഒഴികെ ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അമേരിക്ക ഒരു സൂപ്പർ പവർ ആണ് എന്നുള്ളതിനെ റീഅഷ്യൂർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. സോ നമുക്ക് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം. ആദ്യത്തെ രണ്ടെണ്ണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് ഏറ്റവും കൂടുതൽ കാപ്പബിലിറ്റി ഉള്ള ഇൻഡിവിജ്വൽസിനെയും ഇന്റലക്ച്വൽസിനെയും ഒക്കെയാണ് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ അമേരിക്ക സമ്മതിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു അമേരിക്ക വിസ ഒബ്റ്റെയിൻ ചെയ്യാൻ, എസ്പെഷ്യലി ജോബ് വിസ അല്ലെങ്കിൽ സ്റ്റഡി വിസ ഒക്കെ ഒബ്റ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മുടെ ഇന്റലക്ച്വൽ കാപ്പബിലിറ്റി ഒക്കെ നമ്മൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ അമേരിക്കൻ ഡ്രീം, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ലൈഫ് സ്റ്റൈലിനൊക്കെ വേണ്ടി അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഗ്ലോബൽ സർപ്ലസ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ട്. ഗ്ലോബൽ ലീഡർ ഇൻ ഇന്നോവേഷൻ, ടെക്നോളജി ഫ്രണ്ട്ലി ആണ് US. ഏറ്റവും കൂടുതൽ ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ് നടക്കുന്നത് കൂടുതലും US-ലാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അമേരിക്ക ഒരു സൂപ്പർ പവർ ആണ് എന്നുള്ളതിനെ റീഅഷ്യൂർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. സി സ്റ്റേറ്റ്മെന്റ്, അതായത് ഇൻഡപ്റ്റഡ് ആണ്, എക്സ്റ്റേണൽ ഡെപ്റ്റ് കൂടുതലുള്ള രാജ്യമാണ് എന്നുള്ളത് ഒരു ട്രൂ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻഡപ്റ്റഡ് ആണ്, എക്സ്റ്റേണൽ ഡെപ്റ്റ് ഉണ്ട്, പക്ഷെ അത് എന്ത് ആവുന്നില്ല, സൂപ്പർ പവർ എന്ന് പറയുന്ന സ്റ്റാറ്റസിനെ ഒരിക്കലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതായത് അമേരിക്ക സൂപ്പർ പവർ ആണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന് ഒരിക്കലും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് സി സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ അത്രയാണ് ഈ ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഇന്റർനാഷണൽ റിലേഷൻസിലെ പ്രധാനപ്പെട്ട തിയറീസ് ലിസ്റ്റ് 2-ൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലിസ്റ്റ് 1-ൽ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് അപ്രോച്ചുകളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ലിസ്റ്റ് എയിലെ അല്ലെങ്കിൽ ലിസ്റ്റ് 1-ലെ അപ്രോച്ചസിന് അനുസരിച്ച് ലിസ്റ്റ് 2-ലെ തിയറീസ് സെലക്ട് ചെയ്ത് അതിനെ മാച്ച് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇൻസൈഡ് ഔട്ട് അപ്രോച്ച്, ഔട്ട്സൈഡ് ഇൻ അപ്രോച്ച്, തിയറി ഓഫ് റിലേറ്റീവ് ഗെയിൻ, തിയറി ഓഫ് അബ്സല്യൂട്ട് ഗെയിൻ. ആദ്യം നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം, പിന്നെ ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇൻസൈഡ് ഔട്ട് അപ്രോച്ചിൽ ക്ലാസിക്കൽ റിയലിസം ആണ്. ഔട്ട്സൈഡ് ഇൻ അപ്രോച്ചിൽ സ്ട്രക്ചറൽ റിയലിസം ആണ്. സോ A4B3 തിയറി ഓഫ് റിലേറ്റീവ് ഗെയിൻ റിയലിസത്തിന്റെ ഫീച്ചർ ആണ്. തിയറി ഓഫ് അബ്സല്യൂട്ട് ഗെയിൻ ലിബറലിസം ആണ്. സോ C1D2 അങ്ങനെയാണ് വരുന്നത്. സോ ഓക്കെ, A4B3 C1D2 ഓപ്ഷൻ 3 ആണ്. ഓക്കെ, 3 ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. ഇൻസൈഡ് ഔട്ട് അപ്രോച്ച് ക്ലാസിക്കൽ റിയലിസം ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ റിയലിസം, ലിബറലിസം, ഇത് ഇന്റർനാഷണൽ റിലേഷൻസിലെ പ്രധാനപ്പെട്ട 2 അപ്രോച്ചസ് ആണ് അല്ലെ, പ്രോമിനന്റ് അപ്രോച്ചസ് ആണ്. സോ ഇതിൽ തന്നെ റിയലിസം എങ്ങനെയാണ് ഇന്റർനാഷണൽ റിലേഷൻസിനെ അല്ലെങ്കിൽ നേഷൻ സ്റ്റേറ്റിന്റെ ബിഹേവിയറിനെ ഡിഫൈൻ ചെയ്യുന്നത്? സോ റിയലിസം ബേസിക്കലി വിശ്വസിക്കുന്നത് നേഷൻ സ്റ്റേറ്റ് എപ്പോഴും പവറിനും സെക്യൂരിറ്റിയും മാക്സിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് സീക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാ നേഷൻ സ്റ്റേറ്റിനും വേണ്ട എന്താണ്? അൾട്ടിമേറ്റ്ലി പവറാണ്, അവരുടെ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ആണ്. ഇതാണ് റിയലിസത്തിന്റെ ബേസിക് ബിലീഫ്സ് എന്ന് പറയുന്നത്. സോ ക്ലാസിക്കൽ റിയലിസത്തിലേക്ക് വരുമ്പോൾ ഹാൻസ് ജെ മോർഗന്തോയെ പോലെയുള്ള തിങ്കേഴ്സ്, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് അമംഗ് നേഷൻസ് പോലെയുള്ള പുസ്തകങ്ങളിലാണ് ക്ലാസിക്കൽ റിയലിസത്തെ കുറിച്ച് ആദ്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. റിയലിസത്തിലെ തന്നെ ആദ്യത്തെ ഒരു വേരിയന്റ് ആണ്. So classical realism emphasizes the influence of internal factors such as human nature and state behavior on international relations. It attributes conflict to the self-interest and power-seeking nature of states. So realism basically വിശ്വസിക്കുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ ആണെന്നാണ്. അവിടെ എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും. എന്താണ് ഈ കോൺഫ്ലിക്റ്റുകൾക്ക് റീസൺ? ഇവിടെയാണ് ചോദ്യം വരുന്നത്. സോ ക്ലാസിക്കൽ റിയലിസം പറയുന്നത് ഹ്യൂമൻ നേച്ചർ, ഈ ഹോബ്സിന്റെ ഒക്കെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ പഠിച്ചവർക്ക് അറിയാം. അവരെങ്ങനെയാണ് ഹ്യൂമൻ നേച്ചറിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഈഗോയിസ്റ്റിക് ആയിട്ട്, സെൽഫിഷ് ആയിട്ട് അല്ലെ, എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ മാത്രം വേണം, അടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആൾക്കാർ നോക്കിയുള്ളതാണ്. സോ അതുപോലെ തന്നെയാണ് ക്ലാസിക്കൽ റിയലിസം സ്റ്റേറ്റിന്റെ നേച്ചറിനെയും ഡിഫൈൻ ചെയ്യുന്നത്. ഹ്യൂമൻ നേച്ചർ എങ്ങനെയാണ് ഈഗോയിസ്റ്റിക് ആവുന്നത്, സെൽഫ് സെന്റേർഡ് ആവുന്നത്, പൊസസീവ് ആവുന്നത്, അതുപോലെ തന്നെ എല്ലാ നേഷൻ സ്റ്റേറ്റും അങ്ങനെ തന്നെയാണ്, സെൽഫിഷ് ആണ്, അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ആണ്, അല്ലെങ്കിൽ അവർക്ക് സെൽഫ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. അവർ പവർ സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അവരെപ്പോഴും അതുകൊണ്ട് എന്ത് ചെയ്യും? പവർ സീക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാൾ പവർ സീക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റേയാളും പവർ സീക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ഇവർ തമ്മിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, അപ്പൊ ഇവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. സോ ബേസിക് ആയിട്ടും ഇന്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് ദെയർ ഓൺ ബിഹേവിയർ, അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ, സ്റ്റേറ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഇന്റേണൽ ക്യാരക്ടർ, സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ് ഇന്റർനാഷണൽ റിലേഷൻസിലെ പ്രോബ്ലംസിന് കാരണം എന്നാണ് ക്ലാസിക്കൽ റിയലിസ്റ്റുകൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇന്റേണൽ ഫാക്ടേഴ്സിലാണ് അവർ റീസൺസ് കണ്ടുപിടിക്കുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസ് കോൺഫ്ലിക്ച്വലാണ്, ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, സ്റ്റേറ്റിന്റെ ബിഹേവിയറിൽ പ്രശ്നമുണ്ട്, സ്റ്റേറ്റ് പവർ സീക്കിങ്ങിന് വേണ്ടി മാത്രം ശ്രമിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. ഇതിന്റെ റീസൺ എന്താണ്? അതിന്റെ ഇന്നേറ്റ് ബിഹേവിയർ ആണ്. അതായത് ബേസിക്കലി അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഫണ്ടമെന്റൽ ബിഹേവിയർ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്യാരക്ടർ എന്ന് പറയുന്നത് സെൽഫിഷ് ആണ്, അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ പവർ സീക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു നേച്ചറാണ്. സോ ഇത്തരം ഇന്റേണൽ ഫാക്ടേഴ്സിന് കാരണമാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ക്ലാസിക്കൽ റിയലിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇൻസൈഡ് ഔട്ട് അപ്രോച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്സൈഡ് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. സോ ക്ലാസിക്കൽ റിയലിസം പറയുന്നത് ഇന്റേണലി ഉള്ള ഫാക്ടേഴ്സ് ആണ് റീസൺ എന്നാണ്. സ്ട്രക്ചറൽ റിയലിസം ക്ലാസിക്കൽ റിയലിസത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. പക്ഷെ സ്ട്രക്ചറൽ റിയലിസം ഇന്റേണൽ ഫാക്ടേഴ്സ് അല്ല, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് സ്റ്റേറ്റിന്റെ ഈ ബിഹേവിയറിന് കാരണം എന്നാണ് പറയുന്നത്. എന്താണ് ഈ എക്സ്റ്റേണൽ ഫാക്ടർ? സ്ട്രക്ചറൽ റിയലിസം വിശ്വസിക്കുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഒരു അനാർക്കിയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു അനാർക്കി ഉണ്ട്. അനാർക്കി എന്ന് പറയുന്നത് എന്താണ്? ആബ്സെൻസ് ഓഫ് എ കോയേഴ്സീവ് പവർ അല്ലെ. അതായത് സ്റ്റേറ്റുകൾ തമ്മിൽ വഴക്കുണ്ടായാണ്, അല്ലെങ്കിൽ അവർ പരസ്പരം ആക്രമിക്കുകയാണ്, അവർ അറ്റാക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിനെ ആക്രമിക്കുകയാണ്. ഈ സമയത്ത് ഈ സ്റ്റേറ്റിനെ ബിഹേവ് ചെയ്യിപ്പിക്കാനും അല്ലെങ്കിൽ ഇവരെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റേറ്റിനെ പണിഷ് ചെയ്യാനോ എന്നുള്ളൊരു പവർ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഇല്ല. UN ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം UN ഒക്കെ എത്രത്തോളം അല്ലെ പവർഫുൾ ആണ്, അവർക്ക് എത്രത്തോളം ഒരു സ്റ്റേറ്റിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതൊക്കെ ഭയങ്കര പവർലെസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു പവർ ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റേറ്റുകളും എപ്പോഴും ഒരു ഫിയറിലാണ് ജീവിക്കുന്നത്. അതായത് മറ്റൊരു സ്റ്റേറ്റ് അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആര് പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളൊരു പേടിയിൽ. അതുകൊണ്ട് തന്നെ അവര് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവരുടെ സെക്യൂരിറ്റിയിലും സർവൈവലിലും ആണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഇത്രയും കോൺഫ്ലിക്ട്സുകൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഒരു വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ പരസ്പരമുള്ള ട്രസ്റ്റ് ഇഷ്യൂസ്, അല്ലെങ്കിൽ എപ്പോഴും ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വെപ്പൺസ് എന്തിനാണ് ഈ നേഷൻസ് വാങ്ങിക്കൂട്ടുന്നത്? കാരണം അവർക്ക് പേടിയാണ്, അല്ലെങ്കിൽ അവർ ഇൻസെക്യൂർഡ് ആണ്. മറ്റേ സ്റ്റേറ്റ് എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കാം, മറ്റേ സ്റ്റേറ്റ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഫ്രീഡം എടുക്കാം, അല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ച് ഇപ്പം റഷ്യ ഉക്രൈനിൽ ചെയ്യുന്ന എന്താണ് അല്ലെ? റഷ്യ ഉക്രൈൻ ഒരു ദിവസം അങ്ങ് ആക്രമിച്ചു. ആരുടെ ഭാഗത്താണ് ശരി തെറ്റൊന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ആ കോണ്ടെക്സ്റ്റ് മാത്രം എടുക്കുക. റഷ്യ ഉക്രൈനെ ആക്രമിച്ചു അല്ലേ? അപ്പോൾ അവർ തമ്മിൽ ഇപ്പൊ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ഒരു പവർ ഉണ്ടായിരുന്നെങ്കിലോ അല്ലെ? ഇന്റർനാഷണൽ ലോസ് ഉണ്ടല്ലേ ഒരുപാട്, സോവറിൻ സ്റ്റേറ്റിനെ ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും വർക്കാവുന്നില്ല. സോ ഇതുപോലെ ഒരു അനാർക്കി നിൽക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു രാജ്യം പീസ് ലവിങ് ആവുക? അവർക്ക് ആവാൻ പറ്റില്ല. അവരെപ്പോഴും ഇൻസെക്യൂർഡ് ആയിരിക്കും. എപ്പോ വേണമെങ്കിലും ഉക്രൈന് സംഭവിച്ചാൽ നമുക്ക് സംഭവിക്കാം എന്ന് തോന്നും. അപ്പൊ അവര് എപ്പോഴും വെപ്പൺസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. സോ അങ്ങനെയാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്താണ് സ്ട്രക്ചറൽ റിയലിസ്റ്റുകൾ പറയുന്നത്. അവര് റീസൺ ആയിട്ട് കാണുന്നത് സ്റ്റേറ്റിന്റെ ബേസിക് നേച്ചർ, സ്റ്റേറ്റ് ബേസിക്കലി സെൽഫിഷ് ആയതുകൊണ്ടൊന്നും അല്ല, നേരെ മറിച്ച് ഈ അനാർക്കി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനാണ് റീസൺ ആയിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ഔട്ട്സൈഡിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ റിലേറ്റീവ് ഗെയിൻസ് തിയറി ആൻഡ് അബ്സല്യൂട്ട് ഗെയിൻ തിയറി, ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. റിയലിസത്തില് ഒരു പവർ, ലൈക്ക് ഇൻ റിയലിസം സ്റ്റേറ്റ്സ് ആർ കൺസേൺഡ് വിത്ത് പവർ റിലേറ്റീവ് ടു അതേഴ്സ്, ഫോക്കസിംഗ് ഓൺ റിലേറ്റീവ് ഗെയിൻസ് ടു എൻഷുർ സെക്യൂരിറ്റി. ഡിസ്പാരിറ്റീസ് ഇൻ പവർ ക്യാൻ ലീഡ് ടു ഇൻസെക്യൂരിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസം ബേസിക്കലി വിശ്വസിക്കുന്നത് പവർ ഗെയിനിങ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഈ റിലേറ്റീവ് ഗെയിനും അബ്സല്യൂട്ട് ഗെയിനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയലിസം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് പവർ മാക്സിമൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പവർ ഗെയിൻ ചെയ്യുന്നത് ഇൻ റിലേറ്റീവ് ടു അതർ എന്നാണ്. അതായത് ഇപ്പം എ എന്ന് പറയുന്ന സ്റ്റേറ്റും ബി എന്ന് പറയുന്ന സ്റ്റേറ്റും, ഇതിൽ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ് പവർ മാക്സിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വെപ്പൺസ് ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ എയും ബിയും തമ്മിൽ എനിമീസ് ആവാം, നെയ്ബേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ റൈവൽസ് ആവാം, ആര് വേണമെങ്കിൽ ആവാം, എനിമീസ് ആണെന്ന് വെച്ചോളൂ. സോ ബി സ്റ്റേറ്റ് വെപ്പൺസ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ആരെ ഇൻസെക്യൂർഡ് ആക്കും? സ്റ്റേറ്റ് എയെ ഇൻസെക്യൂർഡ് ആക്കും. അപ്പൊ സ്റ്റേറ്റ് എയും ഇങ്ങനെ വെപ്പൺസ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. സോ സ്റ്റേറ്റ് എയുടെ പവർ ഇൻക്രീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റ് എ അവിടെ ഗെയിൻ ചെയ്യുന്ന എന്താണോ അത് ഗെയിൻ ചെയ്യുന്ന ഏതർത്ഥത്തിലാണ്? ബിക്ക് അനുസരിച്ചാണ്. ബി വാങ്ങിക്കുന്നുണ്ടോ എ വാങ്ങിക്കുന്നു, ബി കൂട്ടുന്നുണ്ടോ എ കൂട്ടുന്നു, എ കൂട്ടുന്നുണ്ടോ ബി കൂട്ടുന്നു അല്ലെ? എ എന്ത് ചെയ്യുന്നുണ്ടോ? പവർ കൂട്ടുകയാണ്. അപ്പൊ ബി പേടിയാണ്, ബി ഇൻസെക്യൂർഡ് ആവണം, അപ്പൊ ബിയും പവർ കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ റിലേറ്റീവ് ആയിട്ടാണ് ഇവർക്ക് ഗെയിൻസ് നടക്കുന്നത്. ഒരാൾക്ക് വേണ്ടതാണോ അവർ ചെയ്യുന്നത്? അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബി ചിലപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും, സ്റ്റേറ്റ് കമ്പാരിറ്റീവ്ലി പവർലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കും. പക്ഷെ രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യമാണ്. ചിലപ്പോൾ അവരുടെ ഇക്കോണമിക്ക് ഒന്നും താങ്ങാൻ പറ്റത്തില്ലായിരിക്കും, എങ്കിൽ പോലും അവർ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നത് പവർ ഇങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ റിലേറ്റീവ് ഗെയിൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഒരാൾക്ക് ഒരാളുടെ മേലിൽ അബ്സല്യൂട്ടിക് ആയിട്ടുള്ള ഒരു ഗെയിനോ അല്ലെങ്കിൽ
ഇപ്പം എക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണോ എ ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്ക് ഇപ്പൊ അത്യാവശ്യമുള്ളത് വെപ്പൺ വാങ്ങിച്ചു കൂട്ടുക അല്ലെങ്കിൽ പവർ ഇൻക്രീസ് ചെയ്യുകയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതൊന്നും അവിടെ മാറ്റർ അല്ല. നേരെ മറിച്ച് റിലേറ്റീവ് ആയിട്ട് അവരിങ്ങനെ പവർ മാക്സിമൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ സെക്യൂരിറ്റി അവർ ഇൻസെക്യൂർഡ് ആവുന്നു, ഒരുമിച്ച് തന്നെ ഒരേ രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ് സംഭവിക്കുകയാണ്. പക്ഷേ ലിബറലിസത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു അബ്സല്യൂട്ട് ഗെയിൻ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഓക്കെ നമ്മൾ പറയാണ് ലിബറലിസത്തിലേക്ക് വരുമ്പോഴത്തേക്കും ലിബറലിസം പറയുന്നത് ഇന്റർനാഷണൽ സിസ്റ്റത്തിലെ പ്രശ്നങ്ങളുണ്ട്, കോൺഫ്ലിക്റ്റുകൾ ഉണ്ട്. പക്ഷെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഈ കോൺഫ്ലിക്റ്റുകൾ മാറാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി? ഒരിക്കലും പവർ മാക്സിമൈസേഷൻ നടത്തിയോണ്ട് മാത്രം കാര്യമില്ല. നേരെ മറിച്ച് രാജ്യങ്ങൾ പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് മ്യൂച്വൽ ബെനിഫിറ്റ്സിൽ മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റുകൾ കുറയും, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാവും. ഇറ്റ് ഫോക്കസസ് ഓൺ മാക്സിമൈസിങ് ഓവറോൾ ഗെയിൻസ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു റിലേറ്റീവ് ഗെയിൻ അല്ല. നമുക്ക് എന്താണോ വേണ്ടത്, ഒരു കൺട്രിക്ക് എന്താണോ അത്യാവശ്യം വേണ്ടത്, അത്തരത്തിലൊരു അബ്സല്യൂട്ട് ഗെയിൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നേഷൻ ബിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. നേഷൻ ബി പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റും നേഷൻ എ ഒരു കമ്പാരിറ്റീവ്ലി പവർലെസ് ആയിട്ടുള്ള സ്റ്റേറ്റുമായിട്ട് നോക്കുക. നേഷൻ ബിയുടെ ബഡ്ജറ്റിന്റെ ഒരു 2% ആണ് ഡിഫൻസിൽ കൊടുക്കുന്നത്. പക്ഷെ ആ 2% തന്നെ വലിയൊരു പെർസെന്റേജ് ആയതുകൊണ്ട് അവർ അത്യാവശ്യം വെപ്പൺസ് ഒക്കെ വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. സോ ബിക്ക് അനുസരിച്ച് വെപ്പൺ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ എയുടെ ബഡ്ജറ്റിന്റെ ഒരു 20% കൊടുക്കണം എന്ന് വിചാരിക്കാം. സോ എയുടെ ഇക്കോണമി എന്ന് പറയുന്നത് ബിയുടെ ഇക്കോണമിയേക്കാളും താഴെയാണ്. സോ എക്ക് അത് ഡബിൾ പ്രഷർ ആണ്. എക്ക് കാര്യമായിട്ട് അതിൽ നിന്ന് ഗെയിൻ ഒന്നും കിട്ടുന്നില്ല. നേരെ മറിച്ച് സെക്യൂരിറ്റി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നല്ലാതെ ഒരിക്കലും ബിയെ തോൽപ്പിക്കേണ്ട ഒരു പവറും എക്ക് കിട്ടുന്നില്ല. ഏകദേശം ഈക്വൽ ആയിട്ടാണ് അവരുടെ ഗ്രോത്ത് പോകുന്നത്. സോ എക്ക് ഒരിക്കലും ബിയെ കംപ്ലീറ്റ്ലി തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഒപ്പം തന്നെ എക്ക് കൃത്യമായിട്ടുള്ള ഗെയിനും കിട്ടുന്നില്ല. സോ ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ലിബറലിസം പ്രസക്തമാവുന്നത്. അപ്പൊ ലിബറലിസം പറയുന്നത് ഈ എക്കും ബിക്കും പരസ്പരം കോപ്പറേറ്റ് ചെയ്ത് മ്യൂച്വലി മുന്നോട്ട് പോവാം. ഈ എക്ക് ബിയു ആയിട്ടുള്ള കോപ്പറേഷനിലൂടെ ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടും. അതായത് കൂടുതൽ ഇക്കോണമിയിൽ ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ ബിയു ആയിട്ട് ചേർന്നിട്ട് പരസ്പരമുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഇൻസെക്യൂരിറ്റി അറ്റ്ലീസ്റ്റ് മാറിക്കിട്ടും. ഇത്രത്തോളം ഡിഫൻസിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല, ഇത്രത്തോളം പേടിച്ച് ജീവിക്കേണ്ടി വരുന്നില്ല. ചിലപ്പോൾ ഇവർക്ക് കിട്ടുന്ന ഗെയിനുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതായത് ഈവൻലി ഒന്നും ആയിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബിക്കായിരിക്കും ഇവർ തമ്മിലുള്ള കോപ്പറേഷനിൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഗെയിൻ കിട്ടുന്ന ബിക്കായിരിക്കും, എക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. പക്ഷെ എയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എക്ക് നേരത്തെ പറഞ്ഞുള്ള സിറ്റുവേഷനേക്കാളും ഏറ്റവും ഫാർ ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. കാരണം ഇൻസെക്യൂരിറ്റി മാറിക്കിട്ടും, ബി അറ്റാക്ക് ചെയ്യുമെന്നുള്ള പേടി മാറിക്കിട്ടും, ഒപ്പം തന്നെ കൂടുതൽ ഇക്കോണമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ബഡ്ജറ്റിന്റെ ഭാഗം. സോ അത്തരത്തില് ഇത് ഈവൺ അല്ലെങ്കിൽ പോലും ഒരു നേഷൻ എന്താണ് ശ്രമിക്കേണ്ടത്? അബ്സല്യൂട്ടിക് ആയിട്ട് മറ്റേ നേഷനുമായിട്ടുള്ള കോപ്പറേഷനിലൂടെ നമുക്ക് എന്ത് നേടിയെടുക്കാം എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനു വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് എന്നാണ് ലിബറലിസം പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇൻസെക്യൂർഡ് ആയി പവർ അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു കോപ്പറേഷനും നിൽക്കാതെ നമ്മൾ ഇങ്ങനെ പവർ ഇൻക്രീസ് ചെയ്തുകൊണ്ട് മാത്രം ഒരു രാജ്യത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല. അതൊരു റിലേറ്റീവ് ഗെയിൻ മാത്രമാണ്. മറ്റേ തോൽപ്പിക്കേണ്ട രീതിയിലുള്ള പവർ ഒന്നും കിട്ടത്തില്ല. നേരെ മറിച്ച് ലിബറലിസം പറയുന്ന അബ്സല്യൂട്ടിക് ആയിട്ടുള്ള ഗെയിൻ പ്രകാരം നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, അതാണ് ഈ എനിക്കറിയാം ഇത് കുറച്ച് വേഗമായിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് എനിക്കറിയാം. ഈ തിയറികൾ കുറച്ചും കൂടെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയാണ് വന്നതെന്ന് മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. സോ കുറച്ചും കൂടെ ഈ തിയറികളെ കുറിച്ച് ഡീപ്പായിട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലാസിക്കൽ റിയലിസം ഇന്റേണൽ ഫാക്ടേഴ്സിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന്റെ റീസൺ സ്റ്റേറ്റിന്റെ ബേസിക് നേച്ചർ ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ നേച്ചർ പോലെ തന്നെയാണ് സ്റ്റേറ്റിന്റെ നേച്ചർ. സെൽഫ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഇത്രയും പ്രോബ്ലം നടക്കുന്നത്. ക്ലാസിക്കൽ റിയലിസം. സ്ട്രക്ചറൽ റിയലിസത്തിലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ഫോർ എക്സാമ്പിൾ അനാർക്കി, അതാണ് ഇന്റർനാഷണൽ സിസ്റ്റത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് പറയുന്നത്. ദെൻ റിലേറ്റീവ് ഗെയിൻ. റിയലിസം പറയുന്നത് സ്റ്റേറ്റുകൾ എന്താ പറയുക, റിലേറ്റീവ് ആയിട്ട് മാത്രമാണ് അവർക്ക് ഗെയിൻ കിട്ടുന്നത്. ഒരു കൺട്രിയെ അപേക്ഷിച്ച് മാത്രമാണ് മറ്റേ കൺട്രി എപ്പോഴും ഗെയിൻ ചെയ്യുന്നത്. അബ്സല്യൂട്ട് ഗെയിൻ തിയറി എന്ന് പറയുമ്പോൾ കോപ്പറേഷനിലൂടെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ അബ്സല്യൂട്ടിക് ആയിട്ട് അവർക്ക് ഇങ്ങനെ ഗെയിൻ ചെയ്യാം, അവരുടെ മാക്സിമൈസ് ചെയ്യാം, അവരുടെ കോപ്പറേഷനിലൂടെയും മ്യൂച്വൽ ബെനിഫിറ്റിലൂടെയും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തിയറീസ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. ദ തേർഡ് വേവ് ഓഫ് ഫെമിനിസം റിഫ്ലക്റ്റഡ് ദി ഇൻഫ്ലുവൻസ് ഓഫ്. സോ ഇത് ഫെമിനിസം പൊളിറ്റിക്കൽ തിയറിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ തേർഡ് വേവ് ഫെമിനിസം താഴെ പറയുന്നതിൽ എന്തിന്റെ ഇൻഫ്ലുവൻസോട് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് സ്ട്രക്ചറലിസം, അനാർക്കിസം, ലിബറലിസം, മൾട്ടികൾച്ചറലിസം.
ഇത് ഏത് അപ്രോച്ചിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയാണ് തേർഡ് വേവ് ഫെമിനിസത്തിൽ ഒരു തേർഡ് വേവ് ഒറിജിനേറ്റ് ആവുന്നത്? ഓക്കെ, ഫെമിനിസത്തിൽ ഫസ്റ്റ് വേവ് ഉണ്ട്, സെക്കൻഡ് വേവ് ഉണ്ട്, പിന്നീട് തേർഡ് വേവ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഫെമിനിസം, അങ്ങനെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. ഓക്കെ, സോ തേർഡ് വേവ് വളരെ റീസെന്റ് ആയിട്ടുള്ള 90s ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക കൈൻഡ് ഓഫ് ഡിഫറെന്റ് അപ്രോച്ചാണ്. ട്രഡീഷണലി ഫെമിനിസത്തെ കുറിച്ചുണ്ടായിട്ടുള്ള അപ്രോച്ചുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് 1990s ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് തേർഡ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ഇതില് ആൻസർ ആയിട്ട് വരുന്നത് പോസ്റ്റ് സ്ട്രക്ചറലിസം ആണ്. പോസ്റ്റ് സ്ട്രക്ചറലിസം ത്തിന്റെ ഇൻഫ്ലുവൻസോട് കൂടിയാണ് ഫെമിനിസത്തിൽ ഒരു തേർഡ് വേവ് ഒറിജിനേറ്റ് ആവുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ തേർഡ് വേവ് ഓഫ് ഫെമിനിസം വിച്ച് ബിഗാൻ ഇൻ 1990s വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറീസ്, നോട്ടബ്ലി ദ വർക്ക്സ് ഓഫ് മൈക്കൽ ഫൂക്കോ, ജാക്വസ് ഡെറിഡ. ഓക്കെ, സോ എന്താണ് ഈ വ്യത്യാസം? തേർഡ് വേവ് ഫെമിനിസത്തിൽ നിന്നും മറ്റ് ഫെമിനിസത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്താണ്? ഓക്കെ, ഈ ഫസ്റ്റ് വേവ് സെക്കൻഡ് വേവ് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയും. ഈ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിനെ പോലത്തെ തിങ്കേഴ്സിനെ കുറിച്ച് അറിയായിരിക്കും. ഇവരൊക്കെ ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസത്തിൽ ഉള്ളവരാണ്. ഓക്കെ, ഇതിനെ ഒരു വൈറ്റ് ഫെമിനിസം എന്ന പേരിൽ കൂടെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട്. കാരണം ഇത് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് വുമന്റെ പ്രശ്നങ്ങളുമായിട്ടാണ്. ഫോർ എക്സാമ്പിൾ ലീഗൽ സോഷ്യൽ റിഫോംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും അങ്ങനെയായിരുന്നു. ലീഗൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഇഷ്യൂസ് കുറെയൊക്കെ മാറും, അല്ലെങ്കിൽ സോഷ്യൽ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ മാറും എന്നുള്ള രീതിയിൽ. ഓക്കെ, കൂടുതലായിട്ടും അവർ ബോഡി പൊളിറ്റിക്സ്, ഐഡന്റിറ്റി പൊളിറ്റിക്സ്, ജെൻഡർ പൊളിറ്റിക്സ് ഇതിലേക്കൊന്നും കൂടുതൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല. ഒരു ബൈനറി കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അതായത് മെൻ ഫീമെയിൽ അല്ലെങ്കിൽ മെയില് ഫീമെയിൽ, അതിൽ ഫീമെയിലിന്റെ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ഒരു ബൈനറി കൺസെപ്റ്റിൽ നിന്നാണ് ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും ഒക്കെ വർക്ക് ചെയ്യുന്നതെങ്കിൽ തേർഡ് വേവിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു ബൈനറി കൺസെപ്റ്റുകളിൽ നിന്ന് മാറി കൂടുതൽ ഫ്ലൂയിഡിറ്റി ഓഫ് ഐഡന്റിറ്റി, അല്ലെങ്കിൽ ഫെമിനിറ്റി എന്താണ്, മെസ്കുലിനിറ്റി എന്താണ്, സെക്ഷുവാലിറ്റി എന്താണ്, ഡൈവേർജൻസ് ഓഫ് സെക്ഷുവാലിറ്റി എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് രീതിയിൽ ഐഡന്റിറ്റിയുടെ ഫ്ലൂയിഡിറ്റിയിലേക്ക് കുറച്ചും കൂടെ വന്നു. അതായത് കൂടുതൽ ഐഡന്റിറ്റികളെ ഉൾക്കൊള്ളാൻ തുടങ്ങി, അപ്പാർട്ട് ഫ്രം ഫീമെയിൽ, അല്ലെങ്കിൽ മെസ്കുലിനിറ്റി അല്ലെങ്കിൽ ഫെമിനിറ്റി എന്ന് പറയുന്ന രീതിയിൽ നിന്നും കുറച്ചും കൂടെ മാറി കുറച്ചും കൂടെ ഇൻക്ലൂസീവ് ആവാൻ തുടങ്ങി. നമ്മുടെ LGBTQ മൂവ്മെന്റ്സ് പോലെയുള്ള മൂവ്മെന്റ്സിന്റെ ഒക്കെ ഒറിജിനേഷൻ, നമുക്ക് ചെറിയൊരു ഒറിജിനൊക്കെ തേർഡ് വേവ് ഫെമിനിസത്തിന്റെ ഭാഗമായിട്ട് കാണാൻ വേണ്ടി പറ്റും. Okay, then it expanded earlier feminist ideologies by incorporating diverse voices from marginalized communities and embracing a broad spectrum of gender identities. So ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന ടു ജെൻഡേഴ്സ് അല്ലെങ്കിൽ ടു സെക്സസിന്റെ ബൈനറി കൺസെപ്റ്റുകളിൽ നിന്ന് മാറി കൂടുതൽ ഐഡന്റിറ്റീസ് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന LGBTQ+ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സോ അത്തരത്തിലുള്ള കൺസെപ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തേർഡ് വേവ് ഫെമിനിസം എന്താ പറയാ എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നത്. ഓക്കെ, സോ ഇത്തരം തോട്ടുകളെ അല്ലെങ്കിൽ ഇത്തരം കൺസർവേറ്റീവ് തോട്ടുകളെ അല്ലാത്തൊരു തോട്ടുകളെ കൊണ്ടുവരാൻ വേണ്ടി തേർഡ് വേവ് ഫെമിനിസം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറിസ്റ്റുകളിൽ നിന്നാണ്. ഓക്കെ, മൈക്കൽ ഫൂക്കോ, ജാക്വസ് ഡെറിഡ പോലെയുള്ള തിയറിസ്റ്റുകളിൽ നിന്നുമാണ് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ പോസ്റ്റ് സ്ട്രക്ചറലിസം തേർഡ് വേവ് ഫെമിനിസത്തിലാണ് ഇന്റർസെക്ഷനാലിറ്റി പോലത്തെ കൺസെപ്റ്റുകളൊക്കെ വരുന്നത്. ഓക്കെ, സോ അത്തരത്തിലുള്ള കൺസെപ്റ്റുകളൊക്കെ ഒന്ന് നോക്കുക. തേർഡ് വേവ് ഫെമിനിസം, ഫസ്റ്റ് വേവ് ഫെമിനിസം, സെക്കൻഡ് വേവ് ഫെമിനിസം, അതിലുള്ള കുറച്ച് തിങ്കേഴ്സ് ഉണ്ട്, പ്രധാനപ്പെട്ട കുറച്ച് റൈറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, ഈ സെക്കൻഡ് വേവ് ഫെമിനിസം ഒക്കെ 1960s to 1980s ഉള്ള പീരീഡിലൊക്കെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് വേവ് ഫെമിനിസത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത് പ്രധാനപ്പെട്ട കുറച്ച് തിങ്കേഴ്സ് ഉണ്ട്. അതായത് കിംബർലി ക്രെൻഷോ എന്ന് പറയുന്ന ഒരു തിങ്കർ ഉണ്ട്. ഇവരാണ് ഈ ഇന്റർസെക്ഷനാലിറ്റി പോലത്തെ കൺസെപ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ റെബേക്ക വോക്കർ, ജൂഡിത്ത് ബട്ട്ലറിനെ ഒക്കെ കുറച്ച് പേർക്ക് അറിയായിരിക്കും. അപ്പൊ നമ്മൾ ഈ കുറച്ച് തിങ്കേഴ്സിന്റെ പേരും പഠിക്കണം. ഈ വേവുകൾ എന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് വേവും സെക്കൻഡ് വേവും കൂടുതൽ ലീഗൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ റിഫോംസിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. തേർഡിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി ഇതിനെയൊക്കെ ഡിഫൈൻ ചെയ്യാനും ഇതിനെയൊക്കെ ഇൻക്ലൂസീവ് ആക്കാനും കൂടുതൽ ബൈനറി കൺസെപ്റ്റ് മെൻ ഫീമെയിൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്നും കുറച്ചും കൂടെ മാറി ചിന്തിക്കാനും ഒക്കെ തേർഡ് വേവ് ഫെമിനിസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഓർത്ത് വെക്കാനുള്ളത്. പിന്നെ അവരുടെ കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് കുറച്ച് അധികം പറയാനുണ്ട്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ഫെമിനിസം കവർ ചെയ്യുമ്പോൾ കൂടുതൽ തിങ്കേഴ്സും അവരുടെ പുസ്തകങ്ങളും ഒക്കെ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ട്രൂത്ത് അല്ലെങ്കിൽ കറക്റ്റ്, നോൺ കറക്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനായിരിക്കും
ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, നമുക്ക് 5 സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് വായിക്കാം. ഒന്നാമത്തത്, വൺ സൈലന്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു സെൻട്രലൈസേഷന്റെയും ഡീസെൻട്രലൈസേഷന്റെയും കോമ്പിനേഷൻ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ബി, ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ത്രൂ ഔട്ട് ദ ബ്രിട്ടീഷ് പീരിയഡ് വാസ് വെരി മച്ച് ഡൊമിനേറ്റഡ് ബൈ റിലീജിയൻ. ബ്രിട്ടീഷ് പീരീഡിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ റിലീജിയന്റെ ഡോമിനേഷൻ ഉണ്ടായിരുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. സി, ഇൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ദ റിയൽ എക്സിക്യൂട്ടീവ് പവർ ഈസ് വിത്ത് ദ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ കയ്യിലാണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ റിയൽ എക്സിക്യൂട്ടീവ് പവർ എന്നാണ് പറയുന്നത്. Then D, the government system is based on 3 organs, legislative, executive and judiciary. ഇന്ത്യൻ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ 3 ഓർഗൻസ് ആയിട്ട് പവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഡി സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ്, ദ ബ്യൂറോക്രസി പ്ലേസ് എ മിനിമലിസ്റ്റിക് റോൾ ഇൻ ഗവൺമെന്റ് സിസ്റ്റം. ബ്യൂറോക്രസി ഒരു മിനിമലിസ്റ്റിക് റോൾ പ്ലേ ചെയ്യുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ്. സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത്, അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഈസ് ദ കോമ്പിനേഷൻ ഓഫ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ശരിയാണോ? റൈറ്റ് ആൻസർ ആണ് അല്ലെ, സോറി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലേ. അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം സെൻട്രലൈസേഷന്റെയും ഡീസെൻട്രലൈസേഷന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഇന്ത്യൻ സിസ്റ്റം ഒരു ഫെഡറൽ സിസ്റ്റമാണ് അല്ലെ. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും, അല്ലെങ്കിൽ ഒരു യൂണിയൻ ഗവൺമെന്റും ഉണ്ടാവും, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ടാവും. ഇവർ തമ്മിൽ പവർ ഡിവിഷൻ നടക്കും. ഇതിനാണ് നമ്മൾ ഒരു ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അമേരിക്കയിൽ ഫെഡറൽ സിസ്റ്റം ആണ്, ഇന്ത്യയിൽ ഫെഡറൽ സിസ്റ്റം ആണ്, അങ്ങനെ ഒരുപാട് കൺട്രികളിൽ ഫെഡറൽ സിസ്റ്റം ആണ്. പക്ഷേ ഇന്ത്യയുടെ ഫെഡറലിസത്തെ കംപ്ലീറ്റ്ലി ഫെഡറലിസം എന്ന് വിശേഷിപ്പിക്കാറില്ല. അതിനെ ക്വാസി ഫെഡറൽ സിസ്റ്റം എന്നാണ് വിശേഷിപ്പിക്കാറ്. എന്തുകൊണ്ടാണത്? ഫെഡറൽ സിസ്റ്റം ആണെങ്കിലും പവർ ഡിവിഷൻ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിൽ പവർ ഡിവിഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അതായത് യൂണിയൻ ഗവൺമെന്റിന് അഥവാ സെൻട്രൽ ഗവൺമെന്റിന് കൂടുതൽ പവർ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം. നമ്മൾ ഈ ഫെഡറൽ ഗവൺമെന്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പവർ ഷെയർ ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണ്? സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ ലിസ്റ്റുകളിലൂടെയാണ് അല്ലെ. ഒരു യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ യൂണിയൻ ലിസ്റ്റിൽ സെൻട്രൽ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും, സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. കൺകറന്റ് ലിസ്റ്റിലേക്ക് വരുമ്പോഴേക്കും രണ്ടു പേർക്കും ഷെയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്. എങ്കിൽ പോലും ഒരു ഡിസ്പ്യൂട്ട് വരുവാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ആർക്കാണ് അപ്പർ ഹാൻഡ് ഉള്ളത്? സെൻട്രൽ ഗവൺമെന്റിനാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള യൂണിയൻ ഗവൺമെന്റോട് കൂടിയിട്ടുള്ള ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തെ ക്വാസി ഫെഡറൽ സിസ്റ്റം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ സിസ്റ്റം അങ്ങനെയല്ല. അമേരിക്കയിൽ കംപ്ലീറ്റ്ലി പ്യൂർ ആയിട്ടുള്ള അബ്സല്യൂട്ടിക് ആയിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കാണ് അവിടെ പ്രാധാന്യമുള്ളത്. സോ ഇന്ത്യൻ സിസ്റ്റത്തിൽ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റോട് കൂടിയിട്ടുള്ള ഫെഡറൽ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ സെൻട്രലൈസേഷന്റെയും ഡീസെൻട്രലൈസേഷന്റെയും കോമ്പിനേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഉണ്ട്, നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. ഒപ്പം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്. നമ്മുടെ എമർജൻസി പവേഴ്സ് സെൻട്രൽ ഗവൺമെന്റിനാണ്. ഗവർണറുടെ അപ്പോയിന്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള അപ്പർ ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇന്ത്യയിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ അല്ലെ. അമേരിക്കയിൽ ഡബിൾ സിറ്റിസൺഷിപ്പ് ഉണ്ട്, സ്റ്റേറ്റിന്റെയും ഉണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ എന്ന് പറയുന്ന ഒരു സിറ്റിസൺഷിപ്പും ഉണ്ട്. പക്ഷെ ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ അപ്പർ ഹാൻഡ് കൊടുക്കുന്ന കുറെ കാര്യങ്ങളാണ്. സോ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചർ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ഓപ്ഷൻ ബിയിലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് ബിയിലേക്ക് പോകുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് പീരീഡിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഡോമിനേറ്റഡ് ബൈ റിലീജിയൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശരിയാണോ? ശരിയാണ് അല്ലെ. ബ്രിട്ടീഷ് പീരീഡിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ റിലീജിയന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു കമ്പയർഡ് ടു ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലേക്ക് വന്നതിനേക്കാൾ കൂടുതൽ റിലീജിയൻ ഇമ്പോർട്ടൻസ് ബ്രിട്ടീഷുകാരുടെ പീരീഡിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നയമായിരുന്നു അല്ലെ ഡിവൈഡ് ആൻഡ് റൂൾ എന്നൊക്കെ പറയുന്നത്. സോ കൃത്യമായിട്ട് റിലീജിയൻ ഒരു ഡോമിനേഷൻ ഉണ്ടായിരുന്നു. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇന്ത്യ സെക്യുലർ ആയി അല്ലെ. റിലീജിയന് ഒരു അപ്പർ ഹാൻഡും അല്ലെങ്കിൽ ഒരു റിലീജിയന് മറ്റൊരു റിലീജിയനേക്കാളും യാതൊരു ഡോമിനേഷനും കൊടുക്കാതെ ഒരു സിസ്റ്റത്തിലേക്ക് ഇന്ത്യ വന്നു, സെക്യുലർ ആയി. പക്ഷെ ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇന്ത്യയിൽ കൃത്യമായിട്ട് ബ്രിട്ടീഷുകാർ റിലീജിയൻ ബേസിൽ ഡിവൈഡ് ചെയ്തിട്ട് റൂളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദെൻ സി, ഇൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ദ റിയൽ എക്സിക്യൂട്ടീവ് പവർ ഈസ് വിത്ത് ദ പ്രസിഡന്റ്. ഇത് ശരിയാണോ തെറ്റാണോ? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം ഫോളോ ചെയ്യുന്നത് പാർലമെന്ററി സിസ്റ്റം ആണ്.
പാർലമെന്ററി സിസ്റ്റത്തിന്റെ പ്രത്യേകത അവിടെ റിയൽ എക്സിക്യൂട്ടീവ് പവേഴ്സ്, അതായത് എക്സിക്യൂട്ടീവ് പവേഴ്സ് കൃത്യമായിട്ട് വെസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രൈം മിനിസ്റ്ററിലും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലും ആണ്, പ്രസിഡന്റിലല്ല. നേരെ മറിച്ച് ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന കൺട്രികളിലാണ് റിയൽ എക്സിക്യൂട്ടീവ് പവർ പ്രസിഡന്റിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പാർലമെന്ററി സിസ്റ്റം ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. പാർലമെന്ററി സിസ്റ്റത്തിൽ റിയൽ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആണ്. അവിടെ നോമിനൽ ആയിട്ടുള്ള പവർ മാത്രമാണ് ഇന്ത്യൻ പ്രസിഡന്റിനുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിനുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ബ്രിട്ടന്റെ കേസ് എടുക്കാം. ബ്രിട്ടൻ ഒരു പാർലമെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. അവിടെ ആരാണ് നോമിനൽ പവർ, നോമിനൽ എക്സിക്യൂട്ടീവ് പവർ? അതായത് ഇന്ത്യയിലെ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആണെങ്കിൽ അവിടെ ആരാണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആയിട്ടുള്ളത്? ബ്രിട്ടനിലെ ക്യൂൻ ആണ് അല്ലെ, അല്ലെങ്കിൽ ബ്രിട്ടനിലെ കിങ് ആണ്. ഇപ്പൊ കിങ് ആണ്. സോ അവർക്കാണ് നോമിനൽ എക്സിക്യൂട്ടീവ് പവർ ഉള്ളത്. അവിടെ റിയൽ എക്സിക്യൂട്ടീവ് പവർ ആർക്കാണുള്ളത്? ബ്രിട്ടൻ പ്രൈം മിനിസ്റ്റർക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റർക്കും ആണ് അല്ലെ. പക്ഷെ അമേരിക്കയുടെ കോണ്ടെക്സ്റ്റിലേക്ക് പോകുമ്പോഴേക്കും അമേരിക്ക ഒരു പ്രസിഡൻഷ്യൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. സോ അമേരിക്കയുടെ റിയൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർക്കാണുള്ളത്? പ്രസിഡന്റിനാണുള്ളത്. സോ ഇതാണ് മനസ്സിലാക്കേണ്ടത്. പാർലമെന്ററി സിസ്റ്റം ഉണ്ട്, പ്രസിഡൻഷ്യൽ സിസ്റ്റം ഉണ്ട്, സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്. പക്ഷെ അതിലേക്ക് അധികം പോകണ്ട. പാർലമെന്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റവും നോക്കുമ്പോൾ പാർലമെന്ററി സിസ്റ്റത്തിലേക്ക് വരുമ്പോഴേക്കും റിയൽ എക്സിക്യൂട്ടീവ് പവർ ഉള്ളത് പ്രൈം മിനിസ്റ്റർക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും ആണ്. നോമിനൽ ആയിട്ടുള്ള പവർ മാത്രമാണ് പ്രസിഡന്റിനും ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനും ഒക്കെ ഉണ്ടാവുള്ളൂ. സോ ഇന്ത്യയിൽ പാർലമെന്ററി സിസ്റ്റം ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ത്യയിലെ റിയൽ എക്സിക്യൂട്ടീവ് പവർ ഉള്ളത് പ്രൈം മിനിസ്റ്റർക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും ആണ്. ഡി സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ഗവൺമെന്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ 3 organs, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. റൈറ്റ് സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യയിൽ ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഈ 3 ഓർഗൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ജുഡീഷ്യറി പറയുമ്പോൾ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് കാര്യങ്ങളൊക്കെ. ലെജിസ്ലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ലോക്സഭ, രാജ്യസഭയൊക്കെയാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ദെൻ പ്രസിഡന്റ് ഒക്കെ എക്സിക്യൂട്ടീവിലാണ് വരിക. സോ ഇത്തരം ഓർഗൻസ് ഉണ്ട്. സെപ്പറേഷൻ ഓഫ് പവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പരസ്പരമുള്ള ചെക്സ് ആൻഡ് ബാലൻസസും ഉണ്ട്. അതായത് ഒരു പവർ എന്തെങ്കിലും അൺലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഒരു ഓർഗൻ, അപ്പൊ മറ്റേ ഓർഗൻ അതിൽ ഇന്റർവീൻ ചെയ്യാനും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ ബ്യൂറോക്രസി പ്ലേസ് എ മിനിമലിസ്റ്റിക് റോൾ ഇൻ ഗവൺമെന്റ് സിസ്റ്റം. അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ബ്യൂറോക്രസി ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ഉള്ള ഒരു എന്താ പറയാ ഒരു പാർട്ടാണ് ബ്യൂറോക്രസി. ഒരിക്കലും മിനിമലിസ്റ്റിക് റോൾ അല്ല, ഒരു മേജർ റോൾ തന്നെ പ്ലേ ചെയ്യുന്ന ഒരു പാർട്ടാണ് ബ്യൂറോക്രസി. സോ ഇതിൽ എയും ബിയും ഡിയും ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, സിയും ഇയും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദി ഓപ്ഷൻസ് ഗിവൺ ബിലോ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയും ബിയും ഡിയും. അപ്പൊ ഓപ്ഷൻ 3 ആയിരിക്കും ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. റൈറ്റ്. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യ ഹാസ് എ ക്വാസി ഫെഡറൽ സ്ട്രക്ചർ വെയർ പവേഴ്സ് ആർ ഷെയർഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ബ്ലെൻഡിംഗ് ബോത്ത് സെൻട്രലൈസ്ഡ് ആൻഡ് ഡീസെൻട്രലൈസ്ഡ് ഫീച്ചേഴ്സ്. ക്വാസി ഫെഡറൽ സിസ്റ്റം ആണ് ഫോളോ ചെയ്യുന്നത്. ഡീസെൻട്രലൈസേഷനും സെൻട്രലൈസേഷനും അതിന്റെ ഒരു മിക്സ് ആണ് ഇന്ത്യയിൽ കാണാൻ വേണ്ടി പറ്റും. പിന്നെ സെക്കൻഡ്, ഡൊമിനേഷൻ ഓഫ് റിലീജിയൻ ഇൻ ബ്രിട്ടീഷ് പീരീഡ്. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. ഡിവൈഡ് ആൻഡ് റൂൾ ഉണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള റിലീജിയസ് ഡോമിനൻസ് പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് പീരീഡിൽ കമ്പയർഡ് ടു ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ അങ്ങനെയല്ല. കൃത്യമായിട്ട് ഡെമോക്രസിയും സെക്യുലറും ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഇന്ത്യ. ദെൻ 3 ഓർഗൻസ് ഉണ്ട്. സെപ്പറേഷൻ ഓഫ് പവർ, അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. പിന്നെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യയുടെ പാർലമെന്ററി സിസ്റ്റം ആണ്. റിയൽ എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉള്ളത് പ്രൈം മിനിസ്റ്റർക്കും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനും ആണ്, പ്രസിഡന്റിനല്ല. ഓക്കെ, അതൊരു സെറമോണിയൽ ഹെഡ് ആണ്. നോമിനൽ ആയിട്ടുള്ള പവർ മാത്രമാണ് ഇന്ത്യൻ പ്രസിഡന്റിനുള്ളത്. ദെൻ ബ്യൂറോക്രസി ഒരു സബ്സ്റ്റാൻഷ്യൽ ആൻഡ് ആക്റ്റീവ് റോള് പ്ലേ ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് ഓക്കെ ഇന്ത്യയിൽ. സോ മിനിമലിസ്റ്റിക് ആണെന്നുള്ള സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. സോ ഇത്രയാണ് ഈ ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ എന്താ പറയുക ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഭയങ്കര ഈസി ആണെന്ന് തോന്നും, പക്ഷെ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ചിലപ്പോൾ ഇതിന്റെ സ്ഥാനത്ത് ചിലപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അത് മാറിപ്പോയാൽ തന്നെ ആൻസർ മാറിപ്പോവും. സോ അതിനനുസരിച്ച് കൃത്യമായിട്ട് വായിച്ചിട്ട് കൃത്യമായ ഓപ്ഷൻസ് ഒക്കെ നന്നായിട്ട് ഇരുന്ന് വായിച്ച് മാത്രം മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് വാറുകൾ, ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വാറുകൾ ലിസ്റ്റ് എയിൽ കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് 1 കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് 2 പ്രൈം മിനിസ്റ്റേഴ്സിനാണ് കൊടുത്തിട്ടുള്ളത്. സോ ഏത് പ്രൈം മിനിസ്റ്ററുടെ കാലഘട്ടത്തിൽ എന്ത് വാറാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദോക്ലാം കോൺഫ്രണ്ടേഷൻ അതൊരു വാർ അല്ല, ഒരു മിലിറ്ററി എസ്കലേഷൻ ആണ്. ബംഗ്ലാദേശ് വാർ നമുക്കറിയാം, ദാറ്റ് ലിബറേഷൻ ഓഫ് ബംഗ്ലാദേശ് വാർ ആണ് 1971 ഉണ്ടായിട്ടുള്ള ഇൻഡോ പാക് വാറിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ കാർഗിൽ വാർ 1999 പീരീഡിൽ നടക്കുന്നതാണ്. പിന്നെ 1965 ഇൻഡോ പാകിസ്ഥാൻ വാർ. ഓക്കെ,
സോ ഇത് ആരുടെ കാലഘട്ടങ്ങളിലാണെന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ അതിൽ തന്നെ നമുക്ക് ബംഗ്ലാദേശ് വാർ ഏത് പീരീഡിലാണെന്ന് അറിയാം അല്ലെ. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. കാർഗിൽ വാർ വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഇൻഡോ പാകിസ്ഥാൻ വാർ 1965 ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി ആയിരുന്നു. ദെൻ ദോക്ലാം കോൺഫറൻറ്റേഷൻ നരേന്ദ്രമോദി സർക്കാരിന്റെ സമയത്താണ്. ഓക്കെ, A3 B4 C1 D2 അങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരിക. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. സോ ഓപ്ഷൻ നോക്കുമ്പോൾ A3 B4 C1 D2. ഓക്കെ, ഓപ്ഷൻ എ ആണ്, ഒന്നാമത്തെ ഓപ്ഷനാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ എന്താണ് നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കാം, എന്ത് സംഭവങ്ങളാണെന്നുള്ളത്. ദോക്ലാം കോൺഫറൻറ്റേഷൻ നടക്കുന്നത് 2017 പ്രൈം മിനിസ്റ്ററുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ സമയത്തായിരുന്നു. അത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഒരു മിലിറ്ററി എക്സ്കലേഷൻ ആയിരുന്നു, ഒരു വാർ ഒന്നും ഉണ്ടായില്ല. ഓക്കെ, ദെൻ ബംഗ്ലാദേശ് വാർ ഉണ്ടാവുന്ന 1971 നമുക്ക് അറിയായിരിക്കും, ലിബറേഷൻ ഓഫ് ബംഗ്ലാദേശ്. ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാവുന്ന വാറും ഇന്ത്യ അതിൽ ഇന്റർവീൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ബംഗ്ലാദേശ് കൺട്രി ഉണ്ടാവുകയാണ്. ഓക്കെ, ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു വാർ ഉണ്ടായിരുന്നത്. ദെൻ കാർഗിൽ വാർ 1999 അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ആ വാർ ഉണ്ടാവുന്നത്. ദെൻ 1965 ലാൽ ബഹദൂർ ശാസ്ത്രി, ആ വാറും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തന്നെയാണ് ഉണ്ടാവുന്നത്. സോ ബിയും സിയും ഡിയും അല്ലെങ്കിൽ കാർഗിൽ വാർ, ബംഗ്ലാദേശ് വാർ, ഇൻഡോ പാക് വാർ ഇതൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിട്ടുള്ള വാറാണ്. പിന്നെ ദോക്ലാം കോൺഫറൻറ്റേഷൻ ഇന്ത്യയും ചൈനയും തമ്മിൽ ഉണ്ടായിട്ടുള്ളതാണ്. സോ ഈ വാറുകൾ പഠിക്കുമ്പോൾ അവരുടെ ഇയറുകൾ പഠിക്കുക. ആ സമയത്ത് ഈ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ ഒരു ടൈം, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രസിഡന്റ്സിന്റെ ഒക്കെ ടൈം പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ചിലപ്പോൾ അറിയാമെങ്കിൽ കാർഗിൽ വാർ 1999 നടന്നിട്ടില്ലേ നമുക്കറിയാം. സോ 1999 ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ, അത്തരത്തിൽ നമുക്ക് ചിന്തിച്ച് കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ പ്രൈം മിനിസ്റ്റേഴ്സിന്റെയും പ്രസിഡന്റിന്റെയും കാലങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പീരീഡ് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഇപ്പൊ ട്രീറ്റുകളുടെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോറിൻ പോളിസിയുടെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് ആ ഇയർ ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററിനെയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ പീരീഡുകൾ തറവാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കും. ഓക്കെ, സോ അത് എളുപ്പമാവും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 9th ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് പക്ഷേ പൊളിറ്റിക്കൽ തോട്ടുമായിട്ട് അല്ലെങ്കിൽ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 2 കുറച്ച് തിങ്കേഴ്സിന്റെ പേരാണ് തന്നിട്ടുള്ളത്. മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, ജോൺ റോൾസ്, അരിസ്റ്റോട്ടിൽ, കാൾ മാർക്സ് എന്നാണ്. പിന്നെ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ലിസ്റ്റ് A കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ലിസ്റ്റ് 1 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ആര് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ലിസ്റ്റ് 1 പീപ്പിൾ ഹൂ ഷുഡ് റൂൾ ദോസ് ഹൂ നോ അബൌട്ട് പൊളിറ്റിക്സ്. റൂൾ ചെയ്യുന്ന ആൾക്കാർ പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ടവരാണ് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ദെൻ അച്ചീവ്മെന്റ് ഓഫ് ഫ്രീഡം ത്രൂ ദി അബോളിഷൻ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഒപ്രഷൻ. ഇപ്പം തന്നെ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ആര് പറഞ്ഞതായിരിക്കും അല്ലെ. സോ എക്സ്പ്ലോയിറ്റേഷനും ഒപ്രഷനും അബോളിഷ് ചെയ്യുമ്പോൾ മാത്രമാണ് എക്സാക്ട് ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ സി പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഈക്വൽ ബേസിക് ലിബർട്ടീസ്. ഈക്വൽ ബേസിക് ലിബർട്ടീസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ആരാണ്? ഫ്രീഡം, റൈറ്റ്സ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഓഫ് വിമൻ ആസ് വെൽ ആസ് മെൻ. സോ ഇതിൽ ഒരു ഫെമിനിസം അല്ലെങ്കിൽ ഒരു വുമൺ റൈറ്റ്സിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ഡിയില്. സോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലെ എന്ത് പറഞ്ഞു എന്നുള്ളത്. കോമൺ സെൻസ് ആയിട്ട് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. സോ പീപ്പിൾ ഹൂ ഷുഡ് റൂൾ ദോസ് ഹൂ നോ അബൌട്ട് പൊളിറ്റിക്സ്, ഇത് ആര് പറഞ്ഞിട്ടുണ്ടാവുക? അരിസ്റ്റോട്ടിലാണ്. A3 ആണ്. ഓക്കെ, ദെൻ ബി അബോളിഷൻ, എക്സ്പ്ലോയിറ്റേഷൻ, ഒപ്രഷൻ ഇതുപോലെയുള്ള കൺസെപ്റ്റുകൾ ആരായിരിക്കും കൂടുതൽ പറയാനുള്ള ചാൻസ് ഉണ്ടാവുക? കാൾ മാർക്സ് ആണ്. ഓക്കെ, സോ B4 ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഈക്വൽ ബേസിക് ലിബർട്ടീസ് വളരെ സിമ്പിൾ ആണ്. ആരാണ് ബേസിക് ലിബർട്ടിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്? ജോൺ റോൾസ് ആണ്. അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ജസ്റ്റിസ് ഒക്കെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് പൊളിറ്റിക്കൽ സയൻസിലെ. ദെൻ ഫ്രീഡം ആൻഡ് റൈറ്റ്സ് ആൻഡ് സിറ്റിസൺഷിപ്പ് ഓഫ് വിമൻ, അങ്ങനെ പറയാം മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്. ഒരു ഫെമിനിസ്റ്റ് തിങ്കർ മാത്രമേ ആ ലിസ്റ്റിലുള്ളൂ. സോ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് ആണ്. സോ എങ്ങനെയാണ് അതിന്റെ ഓപ്ഷൻസ് വരിക? A3 B4 C2 D1. സോ നമ്മൾ ഓപ്ഷൻസ് നോക്കുമ്പോൾ A3 B4 C2 D1. സോ ഫോർത്ത് ഓപ്ഷൻ ആണ്. ഓക്കെ, ഫോർത്ത് ഓപ്ഷൻ ആണ് ഇതിന്റെ റൈറ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത്. നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. സോ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. അരിസ്റ്റോട്ടിലാണ് ആദ്യത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ദോസ് വിത്ത് നോളജ്, അദ്ദേഹത്തിന്റെ നോളജ് ഓഫ് വെർച്യൂ അല്ലെങ്കിൽ പ്ലാറ്റോയുടെ ഫിലോസഫർ കിങ് പോലത്തെ കൺസെപ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ
അറിവുള്ളയാൾ ഭരിക്കുക എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത്. ഒരു ആൻഷ്യന്റ് തോട്ടാണത്. പൊളിറ്റിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് അദ്ദേഹം ഇതിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടെ. പുസ്തകങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, തിങ്കേഴ്സിന്റെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് പൊളിറ്റിക്സ്, അരിസ്റ്റോട്ടലിന്റെ പൊളിറ്റിക്സ് ഒക്കെ, പ്ലാറ്റോയുടെ റിപ്പബ്ലിക് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ദെൻ കാൾ മാർക്സ്, ഓഫ് കോഴ്സ് എക്സ്പ്ലോയിറ്റേഷൻ, ഒപ്രഷൻ പോലെയുള്ള ടെർമിനോളജീസ് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഇത്തരം തിങ്കേഴ്സിനെ കുറിച്ച്, റെവല്യൂഷണറി ആയിട്ടുള്ള തിങ്കേഴ്സിനെ കുറിച്ച് ആലോചിക്കുക. കാൾ മാർക്സ്, എംഗൽസ്, ഗ്രാംഷി പോലെയുള്ള ആൾക്കാർ, ലെനിൻ, ഓക്കെ, അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എളുപ്പത്തിൽ. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഈക്വൽ ബേസിക് ലിബർട്ടീസ്, ജോൺ റോൾസ് പറഞ്ഞിട്ടുള്ളതാണ്. തിയറി ഓഫ് ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. പിന്നെ വെയിൽ ഓഫ് ഇഗ്നോറൻസ്, അതുപോലെയുള്ള പുസ്തകങ്ങളും തിയറീസും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, ദെൻ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിന്റെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് അവര് ഈ വിമൻ റൈറ്റ്സിനെ കുറിച്ചിട്ട് അവരുടെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ. ആദ്യകാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് വേവ് ഫെമിനിസം, അല്ലെങ്കിൽ നമുക്ക് ഫെമിനിസം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മേരി വോൾസ്റ്റോൺക്രാഫ്റ്റിന്റെ വർക്കുകളോട് കൂടിയാണെന്ന് പറയാം. ഓക്കെ, ഈക്വൽ ആയിട്ടുള്ള, മെന്നിന് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സിനെ കുറിച്ചിട്ടും ലീഗൽ റൈറ്റ്സ്, പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് ഒക്കെ വെച്ച് ആലോചിച്ചാൽ തന്നെ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ, അറേഞ്ച് ജോൺ റോൾസ് റൈറ്റിംഗ്സ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ വിച്ച് ഇൻഡിക്കേറ്റ്സ് ഹിസ് ഇവല്യൂഷൻ ആസ് എ ഫിലോസഫർ ഓഫ് എമിനൻസ്. ജോൺ റോൾസിന്റെ പുസ്തകങ്ങൾ നമ്മളൊരു ക്രോണോളജിക്കൽ ഓർഡറിൽ പ്ലേസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ തിങ്കേഴ്സിന്റെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും അവരുടെ ഓർഡറുകൾ അല്ലെങ്കിൽ അതിന്റെ ഇയറുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ ആലോചിക്കണം. ഇയർ അത്ര ഒരു പിൻ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ആ ഒരു ഓർഡർ എങ്കിലും പഠിച്ചു വെക്കണം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ജോൺ റോൾസ്, കാൾ മാർക്സ്, അംബേദ്കർ, ഗാന്ധി, അല്ലെങ്കിൽ ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട്. ലൈക്ക് ഗ്രാംഷിയുടെ പുസ്തകങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഹോബ്സിന്റെ പുസ്തകങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റത്തില്ല ആര് ചോദിക്കുന്നു. ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട് പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസിൽ, അല്ലേ? അപ്പൊ കഴിയുന്നിടത്തോളം എന്തൊക്കെ പുസ്തകങ്ങളാണ് തുടക്ക കാലഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർഡർ എങ്കിലും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ട് ശ്രമിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതില് പൊളിറ്റിക്കൽ ലിബറലിസം, തിയറി ഓഫ് ജസ്റ്റിസ്, ജസ്റ്റിസ് ആസ് ഫെയർനെസ്, ദ ലോസ് ഓഫ് പീപ്പിൾ. ഇതിൽ തുടക്ക കാലഘട്ടങ്ങൾ ആദ്യമായിട്ട് ജോൺ റോൾസ് എഴുതുന്നത് ജസ്റ്റിസ് ആസ് ഫെയർനെസ് എന്ന് പറയുന്ന പുസ്തകമാണ്. 1958 പീരീഡിലാണ് എഴുതുന്നത്. ദെൻ തിയറി ഓഫ് ജസ്റ്റിസ് 1971, പൊളിറ്റിക്കൽ ലിബറലിസം 1993 ആൻഡ് ലോസ് ഓഫ് പീപ്പിൾ 1999. സോ CBAD എന്ന് പറയുന്നതാണ് ഓപ്ഷൻ വരിക. നമുക്ക് നോക്കാം ഉത്തരത്തിലുണ്ടോന്ന്. CBAD ഓപ്ഷൻ നമ്പർ 3. യാ, so justice as fairness, theory of justice, political liberalism, laws of people. Okay, justice as fairness ആണ് അദ്ദേഹത്തിന്റെ വളരെ ഫൗണ്ടേഷണൽ ബുക്കായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം ജസ്റ്റിസിന്, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, ഈക്വാലിറ്റി കൺസെപ്റ്റുകളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ള പുസ്തകമാണ്. ദെൻ 71 അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെമിനൽ വർക്ക്, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ഈ വർക്കിനെ കുറിച്ചിട്ടുള്ളത്. തിയറി ഓഫ് ജസ്റ്റിസ്, അദ്ദേഹത്തിന്റെ വെയിൽ ഓഫ് ഇഗ്നറൻസ് കൺസെപ്റ്റ്, ഒറിജിനൽ പൊസിഷൻ കൺസെപ്റ്റ്, ഇതൊക്കെ വരുന്നത് ഏതിലാണ്? തിയറി ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. ദെൻ പൊളിറ്റിക്കൽ ലിബറലിസം, ഇതൊരു how citizens with diverse moral and religious beliefs can coexist under a shared political consumption of justice. അതായത് അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി എങ്ങനെ ജസ്റ്റിസിൽ ബേസ് ചെയ്തിട്ട് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി എങ്ങനെ ഇൻവോൾവ് ചെയ്തെടുക്കാം, അവിടെ എങ്ങനെ ഒരു സിറ്റിസണിന് പരസ്പരമുള്ള ജസ്റ്റിസ് കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി കോഎക്സിസ്റ്റ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റുകളൊക്കെയാണ് അദ്ദേഹം പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത്. ദെൻ ലോസ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഒരു ജസ്റ്റിസിനെ ഒരു ഇന്റർനാഷണൽ സ്ഫിയറിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. Discussing the principles that should govern the relationship between nations and proposing ideas of human rights and just international relations. അതായത് ജസ്റ്റിസിനെ അദ്ദേഹം ഒരു ഇന്റർനാഷണൽ സ്ഫിയറിൽ പ്ലേസ് ചെയ്യാണ്. എങ്ങനെയാണ് നേഷൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സും നേഷൻസും തമ്മിലുള്ള ബന്ധങ്ങളിൽ, അല്ലെങ്കിൽ നേഷൻസ് പരസ്പരമുള്ള ബന്ധങ്ങളിൽ എങ്ങനെയാണ് ജസ്റ്റിസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കൺസെപ്റ്റിനെ എങ്ങനെ നമുക്ക് പ്ലേസ് ചെയ്യാം എന്നാണ് അദ്ദേഹം ലോ ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ മെൻഷൻ ചെയ്യുന്നത്. സോ അദ്ദേഹത്തിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ജസ്റ്റിസ് ആണ്. ഓക്കെ, ഈ ജസ്റ്റിസിനെ വേരിയസ് സ്ഫിയറിലായിട്ട് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വർക്കുകളിലൂടെയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ജോൺ റോൾസിന്റെ പുസ്തകങ്ങളൊക്കെ പഠിക്കുക, അദ്ദേഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, വെയിൽ ഓഫ് ഇഗ്നോറൻസ്, ഒറിജിനൽ പൊസിഷൻ പോലത്തെ കുറെ കൺസെപ്റ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കുക.
സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്. സോ തിങ്കേഴ്സിന്റെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ നിർബന്ധമായിട്ട് അവരുടെ ഇയർ അല്ലെങ്കിൽ ഏതൊക്കെ ക്രൊണോളജിക്കലി അത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം മാക്സിമം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു 10 ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ അത്യാവശ്യം മാച്ച് ദ ലിസ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. കൂടുതൽ IR ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, പിന്നെ പൊളിറ്റിക്കൽ തിയറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. IR ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ പ്രസിഡന്റിന്റെയും ഓർഡേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അറേഞ്ച് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു വാർ നടന്നു, കാർഗിൽ വാർ അല്ലെങ്കിൽ ഒരു ബംഗ്ലാദേശ് വാർ നടന്നു, ആ സമയത്ത് ആരായിരുന്നു പ്രസിഡന്റ് അല്ലെങ്കിൽ ആരായിരുന്നു പ്രൈം മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഈ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.